ഹലോ, അക്കാദമീസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കീർത്തി. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് കെമിസ്ട്രിയിൽ പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഇന്ന് SSC CGL 2024 SSC CGLന് ചോദിച്ചിട്ടുള്ള എല്ലാ ഷിഫ്റ്റിലുമുള്ള കെമിസ്ട്രി ക്വസ്റ്റ്യൻസ്, അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസും ആൻസേഴ്സും ഒക്കെയാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഇത് നിങ്ങൾക്ക് വരുന്ന എക്സാംസിന്, ഇനി അങ്ങോട്ടേക്കുള്ള എല്ലാ എക്സാംസിനും നല്ല രീതിയിൽ തന്നെ യൂസ്ഫുൾ ആയിരിക്കും. കെമിസ്ട്രിയുടെ ഓൾമോസ്റ്റ് എല്ലാ ഭാഗങ്ങളും കവർ ചെയ്തിട്ടുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇതിനകത്ത് ഉണ്ടാവുക എന്ന് മനസ്സിൽ ഉറപ്പിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ ക്ലാസ് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യണമെന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ നമുക്ക് 2-3 ക്വസ്റ്റ്യൻസിനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയായിരിക്കും എന്നുകൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. മാക്സിമം വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞു പോകുന്നതായിരിക്കും. അതുപോലെ ഓരോ ക്വസ്റ്റ്യനിൽ നിന്നും കിട്ടുന്ന എക്സ്ട്രാ പോയിന്റ്സും എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ അല്ലേ? അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: When did James Chadwick proved the existence of the neutron, an elementary particle devoid of any electric charge? അപ്പോൾ ഇവിടെ എന്താ ചോദിച്ചിരിക്കണേ? ജെയിംസ് ചാഡ്വിക്ക് ന്യൂട്രോണിന്റെ എക്സിസ്റ്റൻസ് എന്നാണ് പ്രൂവ് ചെയ്തത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് വേറെ എന്തൊക്കെ ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്? ജെയിംസ് ചാഡ്വിക്ക് എന്താണ് കണ്ടുപിടിച്ചത് എന്ന് ചോദിക്കാം. ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ആരാണെന്ന് ചോദിക്കാം. ഓക്കെ, അപ്പൊ മനസ്സിലായോ എങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യനിൽ നിന്നും വേറെ 2-3 ക്വസ്റ്റ്യൻസ് കണ്ടുപിടിക്കേണ്ടത് എന്നുള്ള കാര്യം? ഇപ്പൊ ആ ഒരു മെത്തേഡ് ഇങ്ങനെയാണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം, ജെയിംസ് ചാഡ്വിക്ക് എന്നായിരിക്കും ന്യൂട്രോണിന്റെ എക്സിസ്റ്റൻസ് കണ്ടുപിടിച്ചത്? 1932 ജെയിംസ് ചാഡ്വിക്ക് ന്യൂട്രോണിന്റെ എക്സിസ്റ്റൻസ് പ്രൂവ് ചെയ്തത്. ഓക്കെ, ന്യൂട്രോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു എലിമെന്ററി പാർട്ടിക്കിൾ ആണ് അല്ലെ? എലമെന്റിലുള്ള ഒരു പാർട്ടിക്കിൾ ആണ്. ന്യൂട്രോണിന് ചാർജ് ഉണ്ടോ? ഇല്ല. ഒരു രീതിയിലുള്ള ഇലക്ട്രിക് ചാർജും ഇല്ലാത്ത ഒരു പാർട്ടിക്കിൾ ആണ് ന്യൂട്രോൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം, ജെയിംസ് ചാഡ്വിക്ക് ഒരു സീരീസ് ഓഫ് എക്സ്പെരിമെന്റ്സ് ത്രൂ ആണ് എന്ത് കണ്ടുപിടിച്ചത്? ന്യൂട്രോണിന്റെ എക്സിസ്റ്റൻസ് കണ്ടുപിടിച്ചത്. അദ്ദേഹം ആൽഫ പാർട്ടിക്കിൾസിന്റെ, അതായത് ബോംബാർഡ്മെന്റ് ഓഫ് ബെറീലിയം വിത്ത് ആൽഫ പാർട്ടിക്കിൾസ്, ആ ഒരു എക്സ്പെരിമെന്റും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു സീരീസ് ഓഫ് എക്സ്പെരിമെന്റ്സ് വഴിയാണ് ഇത് കണ്ടുപിടിച്ചത്. ഈ ഒരു കണ്ടുപിടുത്തം ഉണ്ടല്ലോ, ന്യൂക്ലിയർ ഫിസിക്സിൽ വളരെ ഒരു ചേഞ്ച്, ഒരു വലിയൊരു എന്താ പറയുക, നല്ല രീതിയിലുള്ള ഒരു അഡ്വാൻസിങ് ന്യൂക്ലിയർ ഫിസിക്സിന് കൊടുക്കുന്ന രീതിയിലായിരുന്നു ജെയിംസ് ചാഡ്വിക്കിന്റെ ഈ ഒരു കണ്ടുപിടുത്തം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് 1935 നോബൽ പ്രൈസ് കിട്ടി. എന്തിന്? ഫിസിക്സിനുള്ള നോബൽ പ്രൈസ് ആർക്ക് കിട്ടി? ജെയിംസ് ചാഡ്വിക്കിന് ന്യൂട്രോണിന്റെ ഡിസ്കവറി കാരണം കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ജെയിംസ് ചാഡ്വിക്ക് എപ്പോഴാണ്? 1932 ന്യൂട്രോൺ കണ്ടുപിടിച്ചത്. സീരീസ് ഓഫ് എക്സ്പെരിമെന്റ്സ് ത്രൂ ആണ് അദ്ദേഹം അത് കണ്ടുപിടിച്ചത്. അതിന് അദ്ദേഹത്തിന് 1935 എന്ത് കിട്ടി? എന്താ കിട്ടിയേ? നോബൽ പ്രൈസ്. ഫിസിക്സിലുള്ള നോബൽ പ്രൈസ് ആർക്ക് കിട്ടി? ജെയിംസ് ചാഡ്വിക്കിന് കിട്ടി. ഓക്കെ അല്ലേ? അപ്പൊ അത്രയും പോയിന്റ്സ് കിട്ടിയില്ലേ? എല്ലാ പോയിന്റ്സും നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ: Ernest Rutherford used about dash thick gold foil for alpha scattering experiments. ഈ ഏണസ്റ്റ് റുദർഫോർഡിനെ നമുക്ക് എവിടെ അറിയാം? ഈ ഒരു ഗോൾഡ് ഫോയിൽ, ഞാൻ ആദ്യം ചോദിക്കട്ടെ, ഈ ഒരു ഗോൾഡ് ഫോയിൽ ആൽഫ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ്സ് യൂസ് ചെയ്തിട്ട് ഏണസ്റ്റ് റുദർഫോർഡ് എന്താണ് കണ്ടുപിടിച്ചത് എന്നറിയോ? ഏണസ്റ്റ് റുദർഫോർഡ് കണ്ടുപിടിച്ചത് പ്രോട്ടോൺ ആയിരുന്നു. ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ആരാണ്? ഏണസ്റ്റ് റുദർഫോർഡ് ആണ്. അദ്ദേഹം എന്ത് വഴിയാണ് അത് കണ്ടുപിടിച്ചത്? ആൽഫ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ്സ് വഴിയാണ് കണ്ടുപിടിച്ചത്. അദ്ദേഹം അതിന് യൂസ് ചെയ്തത് തിക്കായിട്ടുള്ള ഒരു ഗോൾഡ് ഫോയിൽ ആയിരുന്നു. ഈ ഗോൾഡ് ഫോയിൽ എന്ന് പറഞ്ഞാൽ 1000 ആറ്റംസ് തിക്കായിട്ടുള്ള ഗോൾഡ് ഫോയിൽ ആണ് ഏണസ്റ്റ് റുദർഫോർഡ് ആൽഫ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ്സിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നത്. ഓക്കെ, 1000 ആറ്റംസ് തിക്ക് ഗോൾഡ് ഫോയിൽ ആണ് ഏണസ്റ്റ് റുദർഫോർഡ് ആൽഫ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ്സിനായിട്ട് യൂസ് ചെയ്തത്. ആൽഫ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ്സ് വഴി ഏണസ്റ്റ് റുദർഫോർഡ് എന്താണ് കണ്ടുപിടിച്ചത്? പ്രോട്ടോൺ ആണ് കണ്ടുപിടിച്ചത്. ഓക്കെ അല്ലേ? മനസ്സിലായില്ലേ? ഇത് ഈ ഒരു എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്യാൻ അദ്ദേഹത്തെ സഹായിച്ച 2 ആൾക്കാർ കൂടെ ഉണ്ട്. അവരാണ് ഹാൻസ് ഗിഗറും അതുപോലെ ഏണസ്റ്റ് മാർസ്ഡൻ. ഓക്കെ, ഏണസ്റ്റ് മാർസ്ഡൻ.
ഇവര് രണ്ടുപേരും കൂടെ ചേർന്ന് 1909 എന്ത് ചെയ്യുന്നത്, ഈ ഒരു എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്യണത്. അതായത് പ്രോട്ടോൺ കണ്ടുപിടിക്കാനുള്ള ഈ ഒരു എക്സ്പെരിമെന്റ് ഏണസ്റ്റ് റുദർഫോർഡിന്റെ സൂപ്പർവിഷനിൽ ഹാൻസ് ഗിഗറും ഏൺസ്റ്റ് മാസ്ഡണും കൂടെ ചേർന്നിട്ടാണ് ചെയ്തു പോയത്. ഓക്കെ, അറ്റോമിക് ന്യൂക്ലിയസ് ഒക്കെ അവർ ഈ ഒരു എക്സ്പെരിമെന്റ് ത്രൂ ആണ് കണ്ടുപിടിച്ചത്. ഓക്കെ അല്ലേ, മനസ്സിലായില്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, calculate the oxidation number of S in H2S2O7. അതായത് നമുക്ക് തന്നിരിക്കുന്ന ഈ ഒരു കോമ്പൗണ്ടിൽ നിന്ന് സൾഫറിന്റെ ഓക്സിഡേഷൻ നമ്പർ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സൾഫറിന്റെ ഓക്സിഡേഷൻ നമ്പർ കാൽക്കുലേറ്റ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോ നമുക്ക് ഒരു ഓക്സിഡേഷൻ നമ്പർ, ഒരു മോളിക്യൂളിലെ അല്ലെങ്കിൽ കോമ്പൗണ്ടിലെ സം ഓഫ് ഓക്സിഡേഷൻ നമ്പർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? എത്രയാണ് ഓക്സിഡേഷൻ നമ്പറിന്റെ? 0 ആണെന്ന് നമുക്കറിയാം. സം ഓഫ് ഓക്സിഡേഷൻ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ അത് 0 ആണെന്ന് നമുക്കറിയാം. ഇനി നമുക്ക് ഇവിടെ എന്ത് വേണം? ഹൈഡ്രജന്റെ, ഒരു കോമ്പൗണ്ടിൽ ഇരിക്കുമ്പോൾ ഹൈഡ്രജന്റെ ഓക്സിഡേഷൻ നമ്പർ എപ്പോഴും +1 ആയിരിക്കും. ഓക്സിജന്റെ ഓക്സിഡേഷൻ നമ്പർ എപ്പോഴും -2 ആയിരിക്കും. കോമ്പൗണ്ടിനകത്ത് ഇരിക്കുമ്പോൾ ഉള്ള കാര്യമാണ് പറയുന്നത്. ഹൈഡ്രജന്റേത് +1 ആയിരിക്കും, ഓക്സിജന്റേത് -2 ആയിരിക്കും. നമുക്ക് എന്ത് ചെയ്യാം? സൾഫറിൻ്റെത് X ആയിട്ട് എടുക്കാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ നോക്ക്, എത്ര ഹൈഡ്രജൻ ഉണ്ട്? 2 ഹൈഡ്രജൻ ഉണ്ട് അല്ലെ? അപ്പൊ 2 × 1 + 2x പ്ലസ് എത്ര ഓക്സിജൻ ഉണ്ട്? 7 ഓക്സിജൻ ഉണ്ട്. 7 × -2 എന്ന് പറഞ്ഞാൽ നമുക്ക് 0 ആണെന്ന് അറിയാം. ഇനി ഇവിടെ എന്ത് ചെയ്യാം? 2 + 2x - 14 = 0 എന്ന് പറയാം. ഈ -14 + 2 എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2x - 12 = 0. അപ്പൊ എന്ത് കിട്ടും? 2x = 12 എന്ന് കിട്ടും. എക്സിന്റെ വാല്യൂ എന്താണെന്ന് കിട്ടും? 12 / 2 +6 ആണ് സൾഫറിന്റെ ഓക്സിഡേഷൻ നമ്പർ ആയിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ ആയില്ലേ എങ്ങനെയാ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം? അപ്പൊ എപ്പോഴും ഓർത്ത് വെക്കുക, ഒരു മോളിക്യൂൾ അല്ലെങ്കിൽ കോമ്പൗണ്ടിന്റെ സം ഓഫ് ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് 0 ആണ്. ആ കാര്യം ഓർത്ത് വെക്കുക. ഓക്കെ, അടുത്തത് എന്താണ് നമുക്ക് നോക്കാനുള്ള? അടുത്ത ക്വസ്റ്റ്യനകത്ത് ഐഡന്റിഫൈ ദ സ്ട്രക്ചറൽ ഫോർമുല ഫോർ മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്. മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡിന്റെ സ്ട്രക്ചറൽ ഫോർമുലയാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്ക്, മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ള കാര്യം നമ്മൾ ആദ്യം ഓർത്തു വെക്കുക. ഓക്കെ, മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറഞ്ഞാൽ മിൽക്ക് ഓഫ് മെഗ്നീഷ്യ എന്ന് നമ്മൾ പറയുന്ന ആന്റാസിഡ് ആയിട്ടൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സബ്സ്റ്റൻസ് ആണ്. ഓക്കെ, അപ്പം അതെന്ന് പറഞ്ഞാൽ എന്താണ്? നോക്ക്, ഇവിടെ നോക്ക്, മെഗ്നീഷ്യം എന്ന് പറഞ്ഞാൽ Mg ആണ്. ഹൈഡ്രോക്സൈഡ് എന്ന് പറഞ്ഞാൽ OH ആണ്. Oയും Hഉം ഒക്കെ കൂടെ ചേർന്നിട്ടുള്ളതാണ്. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് മനസ്സിലായി? ഇതുമല്ല എന്നുള്ള കാര്യം മനസ്സിലായി. പിന്നെ എന്താണ്? MgOH ആണോ MgOH twice ആണോ എന്നുള്ള കാര്യം മാത്രമാണ് നമ്മൾ നോക്കേണ്ട ആവശ്യമുള്ളത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡിന്റെ സ്ട്രക്ചറൽ ഫോർമുല എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെയാ വരിക? ഒരു Mgയും, അതായത് Mg+2 ആണ് വരിക കേട്ടോ. ഓക്കെ, +2 അയൺസ് ആണ് വരിക. അതിനകത്ത് എന്താറിയോ വരിക? 2 OH അയൺസ് വന്നിട്ടാണ് എന്തുണ്ടാവുന്നത്? മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് നമുക്ക് എന്ത് മനസ്സിലായി? മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറഞ്ഞാൽ MgOH twice ആണ്. ഓക്കെ, ഈ ഒരു മെഗ്നീഷ്യത്തിനെയാണ് നമ്മൾ എന്ത് പറയുക? മിൽക്ക് ഓഫ് മെഗ്നീഷ്യ എന്ന് പറയുന്നത്. മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡിനെ പറയുന്ന വേറൊരു പേരാണ് മിൽക്ക് ഓഫ് മെഗ്നീഷ്യ എന്ന്. ഈ ഒരു മിൽക്ക് ഓഫ് മെഗ്നീഷ്യ ഒക്കെ നമുക്ക് എന്തിൽ കാണാൻ പറ്റും? ഹാർട്ട് ബേണിനൊക്കെ, അസിഡിറ്റിക്കൊക്കെ യൂസ് ചെയ്യുന്ന അന്റാസിഡിലെ ഒരു എന്താണ്? നമുക്ക് അന്റാസിഡിലെ ഒരു ഇൻഗ്രീഡിയന്റ് ആയിട്ട് നമുക്ക് ഇതിനെ മിൽക്ക് ഓഫ് മെഗ്നീഷ്യ അല്ലെങ്കിൽ മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് കാണാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ? ക്ലിയർ ആയില്ലേ? അടുത്ത ക്വസ്റ്റ്യൻ,
who developed the theory of combustion as a chemical reaction with oxygen in the 18th century that excluded phlogiston theory. അതായത് 18th സെഞ്ചുറിയിൽ ഒരാള് തിയറി ഓഫ് കമ്പഷൻ, ഒരു കെമിക്കൽ റിയാക്ഷൻ, ഓക്സിജനുമായിട്ടുള്ള കെമിക്കൽ റിയാക്ഷനെ ഡീറ്റെയിൽ ചെയ്തുകൊണ്ട് തിയറി ഓഫ് കമ്പഷൻ ഡെവലപ്പ് ചെയ്തു. അത് എന്തിനെ മറികടന്നിട്ടാണ് വന്നത്? ഫ്ലോഗിസ്റ്റൺ തിയറിയെ മറികടന്ന്, ഫ്ലോഗിസ്റ്റൺ തിയറി മുന്നോട്ട് വെച്ച കാര്യങ്ങളെ മറികടന്നിട്ടാണ് തിയറി ഓഫ് കമ്പഷൻ പ്രപ്പോസ് ചെയ്തത്. ആരാണ് ആ തിയറി പ്രപ്പോസ് ചെയ്തത്? ആന്റണി ലാവോസിയർ ആണ് തിയറി ഓഫ് കമ്പഷൻ പ്രപ്പോസ് ചെയ്തത്. ഓക്കെ, അദ്ദേഹം എന്താണ് പറഞ്ഞത് എന്നറിയോ? അദ്ദേഹം പറഞ്ഞത് തിയറി ഓഫ് കമ്പഷൻ ത്രൂ അദ്ദേഹം കൊണ്ടുവന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാല്, നമുക്ക് കമ്പഷൻ നടക്കുമ്പോൾ, അതായത് കമ്പഷൻ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സബ്സ്റ്റൻസ് ഓക്സിജനുമായിട്ട് നടത്തുന്ന റിയാക്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കമ്പഷൻ എന്ന് പറയുന്നത്. ഏതൊരു സബ്സ്റ്റൻസും ഓക്സിജനുമായി നടത്തുന്ന റിയാക്ഷൻ ആണ് കമ്പഷൻ എന്ന് പറയുന്നത്. ഇനി ഒരു റിയാക്ഷൻ അല്ലെങ്കിൽ കമ്പഷൻ നടക്കുന്ന സമയത്ത് മാസ് അൺചേഞ്ച്ഡ് ആയിരിക്കും. അതായത് മാസ് അവിടെ കൺസർവേഷൻ ആണ് നടക്കുന്നത്. മാസിനെ ടോട്ടൽ റിയാക്ഷൻ എടുക്കുമ്പോൾ അതിനകത്തുള്ള ആറ്റംസ്, എലമെന്റ്സ് തമ്മിലുള്ള മാസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നുണ്ടെങ്കിൽ പോലും ടോട്ടൽ റിയാക്ഷന്റെ മാസ് എന്തായിരിക്കും എന്നറിയോ? ആ റിയാക്ഷൻ തുടങ്ങുമ്പോൾ എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് അതുപോലെ തന്നെയായിരിക്കും മാസ് ആഫ്റ്റർ റിയാക്ഷനും ഉണ്ടാവുക. പ്രൊഡക്റ്റ് ആയിട്ട് കൺവേർട്ട് ആയി വന്നാലും അവിടെ എന്ത് സംഭവിക്കണില്ല? മാസിന് ചേഞ്ച് ഒന്നും സംഭവിക്കണില്ല എന്നും കൂടെ എന്നായിരുന്നു അദ്ദേഹം പ്രപ്പോസ് ചെയ്ത രണ്ടാമത്തെ കാര്യം. പിന്നെ ഒരു കാര്യം കൂടെ അദ്ദേഹം പ്രപ്പോസ് ചെയ്തു. ഈ ഒരു റിയാക്ഷൻ നടക്കുന്ന സമയത്ത് എനർജി റിലീസ് ആവുന്നത്, കമ്പഷൻ നടക്കുമ്പം എനർജി റിലീസ് ആവുന്നത് ഹീറ്റ് ആൻഡ് ലൈറ്റിന്റെ ഫോമിലാണ് എന്നുകൂടെ ആര് പ്രപ്പോസ് ചെയ്തു? ആന്റണി ലാവോസിയർ തിയറി ഓഫ് കമ്പഷൻ ത്രൂ അദ്ദേഹം മുന്നോട്ട് വെച്ചു. ഓക്കെ, അപ്പൊ തിയറി ഓഫ് കമ്പഷൻ എന്ന് പറയുന്നത് ഓക്സിജനുമായി നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻസിനെ കുറിച്ചുള്ളതായിരുന്നു. 18th സെഞ്ചുറിയിലാണ് ആ ഒരു കമ്പഷൻ തിയറി പ്രപ്പോസ് ചെയ്തത് ആന്റണി ലാവോസിയർ ആണ്. അത് എക്സ്ക്ലൂഡ് ചെയ്തത് ഫ്ലോഗിസ്റ്റൺ തിയറിയെയാണ്. പിന്നെന്താണ് അതിനകത്ത് അദ്ദേഹം പറഞ്ഞ പോയിന്റ്സ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യവും ഈ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലേ? ക്ലിയർ ആയല്ലോ ക്വസ്റ്റ്യൻ? നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. The type of reaction that is typically found when a material that is required for the reaction to proceed, such as a surface or a catalyst, is saturated by the reactants. അതായത് ഒരു റിയാക്ഷൻ, ഓക്കെ, നമുക്ക് ഒരു മെറ്റീരിയൽ റിയാക്ഷൻ, ആ മെറ്റീരിയലിന് ഇനി എന്ത് വേണം? റിയാക്ഷൻ നടക്കണം. ഓക്കെ, ഒരു സർഫസ് അല്ലെങ്കിൽ ഒരു കാറ്റലിസ്റ്റ് ഒക്കെ ആവശ്യമാണ് റിയാക്ഷൻ നടക്കാനായിട്ട്. അങ്ങനെ വരുന്ന ഒരു മെറ്റീരിയൽ എന്ത് ചെയ്യാണെന്നറിയോ? റിയാക്റ്റൻസ് ആ മെറ്റീരിയലിനെ സാച്ചുറേറ്റ് ചെയ്യാണ്. സാച്ചുറേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? പിന്നീട് അവിടെ എന്ത് ആഡ് ചെയ്താലും ഒന്നും സംഭവിക്കില്ല എന്നുള്ളൊരു പൊസിഷൻ എത്തുന്നതിനെയാണ്, അല്ലെങ്കിൽ ആ ഒരു പൊസിഷൻ എത്തുന്ന മെറ്റീരിയലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സാച്ചുറേറ്റഡ് സിറ്റുവേഷൻ അല്ലെങ്കിൽ സാച്ചുറേറ്റഡ് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. അതായത് പിന്നീട് നമ്മൾ അവിടെ എന്ത് ആഡ് ചെയ്ത് കൊടുത്താലും പ്രത്യേകിച്ച് ഒരു ചേഞ്ചും അതിന് സംഭവിക്കില്ല എന്നുള്ള ലെവലിലേക്ക് എത്തുന്ന, അതിന്റെ മാക്സിമം ലിമിറ്റിലേക്ക് എത്തുന്ന ആ ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ സാച്ചുറേറ്റഡ് സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ റിയാക്റ്റൻസ് സാച്ചുറേറ്റഡ് ആക്കി വെച്ചിട്ടുള്ള ഈ ഒരു മെറ്റീരിയലിനെ അല്ലെങ്കിൽ ആ ഒരു ടൈപ്പ് ഓഫ് റിയാക്ഷനെ നമ്മൾ എന്ത് റിയാക്ഷൻ എന്നാണ് പറയുക? സീറോ ഓർഡർ റിയാക്ഷൻ എന്നാണ് പറയുക. ഓക്കെ, സീറോ ഓർഡർ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ റിയാക്ഷൻ റേറ്റ് എന്തായിരിക്കും എന്നറിയോ? റിയാക്ടന്റ് കോൺസെൻട്രേറ്റിനെ ഡിപ്പെൻഡ് ചെയ്യണ്ടാവില്ല. ഓക്കെ, റിയാക്ടന്റ് കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യാണ്ട് ഇരിക്കുന്ന റിയാക്ഷൻ റേറ്റ്, ആ ഒരു ടൈപ്പ് ഓഫ് റിയാക്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സീറോ ഓർഡർ റിയാക്ഷൻ എന്ന് പറയുന്നത്. അതായത് സാച്ചുറേറ്റഡ് ആയിട്ട് നിൽക്കുകയാണ് കാറ്റലിസ്റ്റ് അല്ലെങ്കിൽ സർഫസ് ഒക്കെ. എന്താവും? നമ്മൾ കൂടുതൽ റിയാക്ടന്റ് ആഡ് ചെയ്താൽ അതൊരു കോൺസ്റ്റന്റ് റേറ്റിലേക്കാണ് എത്തിപ്പോകുന്നത്. അതായത് സാച്ചുറേറ്റഡ് അവസ്ഥ കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്താ സംഭവിക്കുക? പിന്നെ കോൺസെൻട്രേറ്റഡ് ലെവലിലേക്കാണ് പോകുന്നത് അല്ലെ? ആ ഒരു ലെവലിലേക്ക് എത്തുന്ന ആ ഒരു റിയാക്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സീറോ ഓർഡർ റിയാക്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയിട്ട് മനസ്സിലായില്ലേ എന്താണ് കാര്യം എന്നുള്ളത്? നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫോർ എ കെമിക്കൽ റിയാക്ഷൻ with rise in temperature, okay, for a chemical reaction with rise in temperature,
by 10 degree the rate constant becomes nearly. റേറ്റ് കോൺസ്റ്റന്റ് എന്താവും? ഒരു കെമിക്കൽ റിയാക്ഷന്റെ ടെമ്പറേച്ചർ 10 ഡിഗ്രി കൂടുകയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ റേറ്റ് കോൺസ്റ്റന്റിന്, ആ റിയാക്ഷന്റെ റേറ്റ് കോൺസ്റ്റന്റ് എന്ത് സംഭവിക്കും എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, റേറ്റ് കോൺസ്റ്റന്റ് എന്താവെന്നറിയോ? ഡബിൾ ആണ് ചെയ്യുക. ഓക്കെ, ഡബിൾ ആണ് ചെയ്യുന്നത്. അത് എന്ത് ഇക്വേഷൻ ഫോളോ ചെയ്തിട്ട് അറിയോ നമ്മളത് പറയുന്നത്? അരീനിയസ് ഇക്വേഷൻ ഫോളോ ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു കാര്യം ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു കാര്യം എന്താണ്, അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിന് നമുക്ക്, അല്ലെങ്കിൽ ഒരു കെമിക്കൽ റിയാക്ഷന് ടെമ്പറേച്ചർ 10 ഡിഗ്രി റൈസ് ആവുകയാണെന്നുണ്ടെങ്കിൽ റേറ്റ് കോൺസ്റ്റന്റ് ഡബിൾ ചെയ്യും എന്നുള്ള കാര്യം നമ്മൾ എന്ത് വെച്ചിട്ടാണ് അതിന്റെ ബേസ് പറയണത് എന്ന് ചോദിച്ചാൽ അത് അരീനിയസ് ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. അരീനിയസ് ഇക്വേഷൻ എന്താണെന്ന് ജസ്റ്റ് ഞാനിവിടെ ഒന്ന് എഴുതി തരാം. A/RT, ഇതാണ് അരീനിയസ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനകത്ത് റേറ്റ് കോൺസ്റ്റന്റ് ഏതാണ്? K ആണ്. ഇത് ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് റേറ്റ് കോൺസ്റ്റന്റ് ഇരിക്കുന്നത്. ഓക്കെ, ഇതിനകത്ത് A എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ ഓരോന്നും ഇവിടെ എഴുതണില്ല, പറഞ്ഞു പോവാം, ആവശ്യമുള്ളവർ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. A എന്ന് വെച്ചാൽ പ്രീ എക്സ്പൊണൻഷ്യൽ ഫാക്ടർ ആണ്. EA അത് EA എന്ന് പറഞ്ഞാൽ ആക്ടിവേഷൻ എനർജി ആണ്. R ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്. ദെൻ T എന്ന് പറഞ്ഞാൽ എന്താണ്? അബ്സല്യൂട്ട് ടെമ്പറേച്ചർ ഇൻ കെൽവിൻ ആണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരുപാട് റിയാക്ഷൻസിന് എന്താണ് സംഭവിക്കുക? ടെമ്പറേച്ചർ 10 ഡിഗ്രി സെൽഷ്യസ് കൂടിക്കഴിഞ്ഞാൽ റിയാക്ഷൻ കോൺസ്റ്റന്റ് അല്ലെങ്കിൽ റിയാക്ഷൻ എന്ത് സംഭവിക്കും? ഡബിൾ ആവുകയാണ് ചെയ്യണത്. അരീനിയസ് ഇക്വേഷനും എന്താണ് എന്നുള്ള കാര്യവും ഓരോന്നും എന്താണ് എന്നുള്ള കാര്യവും നോട്ട് ചെയ്ത് വെക്കുക. ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, when you take lead nitrate powder in a boiling tube and heat it, you will observe the emission of brown fumes that are off. ഇത് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ എക്സ്പെരിമെന്റ്, കെമിസ്ട്രി ലാബിൽ ചെയ്തിട്ടുള്ളൊരു എക്സ്പെരിമെന്റ് ആണ് എന്നാണ് എൻ്റെ ഓർമ്മ. ഓക്കെ, ഈ ഒരു ബ്രൗൺ ഫ്യൂംസ് എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ ഒരു ഓർമ്മ എനിക്ക് വരുന്നു. എനിക്കറിയില്ല എത്ര പേര് ചെയ്തിട്ടുണ്ട്, എൻ്റെ ഓർമ്മ ശരിയാണോ എന്നും എനിക്കറിയില്ല. എനിവേ, നമുക്ക് എന്ത് ചെയ്യാം? ഇതെന്താണ് ഇപ്പം ഇവിടെ സംഭവിക്കുന്നത് എന്നുള്ള കാര്യം നമുക്കൊന്ന് നോക്കാം. നമ്മൾ എന്ത് ചെയ്യുകയാണെന്നറിയോ? ഒരു ബോയിലിംഗ് ട്യൂബിലേക്ക്, ഒരു ടെസ്റ്റ് ട്യൂബിലേക്ക് നമ്മൾ ലെഡ് നൈട്രേറ്റ് പൗഡർ എടുക്കുകയാണ്. ഓക്കെ, ലെഡ് നൈട്രേറ്റ് പൗഡർ എടുക്കുകയാണ്, എന്നിട്ട് അതിനെ ചൂടാക്കുകയാണ്. ഓക്കെ, അപ്പൊ അതിനെ ചൂടാക്കി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവിടെ എന്ത് സംഭവിക്കും? പുക വരും അല്ലേ, ഫ്യൂംസ് വരും. അവിടെ നമുക്ക് കാണാൻ പറ്റുക ബ്രൗൺ കളറിലുള്ള, ബ്രൗണിഷ് ആയിട്ടുള്ള ഫ്യൂംസ് ആണ് കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പൊ ഈ ബ്രൗണിഷ് ആയിട്ടുള്ള ഫ്യൂംസിന്റെ റീസൺ എന്തായിരിക്കും എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നൈട്രജൻ ഡയോക്സൈഡ് ആണോ, നൈട്രിക് ഓക്സൈഡ് ഉള്ള പ്രസൻസ് കൊണ്ടാണോ, നൈട്രസ് ഓക്സൈഡ് ഉള്ളത് കൊണ്ടാണോ, ഓർ ഡൈ നൈട്രജൻ ട്രയോക്സൈഡ് ഉള്ളത് കൊണ്ടാണോ? ഇതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പൊ അത് എന്തിന്റെ പ്രസൻസ് കൊണ്ടായിരിക്കും ബ്രൗൺ ഫ്യൂംസ് വരുന്നത്? നൈട്രജൻ ഡയോക്സൈഡ് ഗ്യാസിന്റെ പ്രസൻസ് കൊണ്ടാണ് ബ്രൗൺ ഫ്യൂംസ് വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ആ റിയാക്ഷൻ എന്താണ് എന്നൊന്ന് നോക്കിയാലോ. ലെഡ് നൈട്രേറ്റ് ആണ് അല്ലെ. ലെഡ് നൈട്രേറ്റ് എന്ന് പറഞ്ഞാൽ 2PbNO3, ഇതാണ് ലെഡ് നൈട്രേറ്റ് വരുന്നത്. ഓക്കെ, ഇത് റിയാക്ട് ചെയ്യുമ്പോൾ, ഹീറ്റ് ചെയ്യുമ്പോൾ ഇത് എന്തായിട്ട് മാറും എന്നറിയോ? 2PbO plus 4NO2 plus O2, ഇതാണ് ആവുന്നത്. നൈട്രജൻ ഡയോക്സൈഡ് ഇവിടെ ഫോം ചെയ്യുന്നുണ്ട്. ഈ ഒരു നൈട്രജൻ ഡയോക്സൈഡിന്റെ ഫോർമേഷൻ കൊണ്ടാണ് നമുക്ക് അവിടെ എന്ത് കാണുന്നത്? ബ്രൗൺ ഫ്യൂംസ് കാണുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ ആയില്ലേ? ഇനി യെല്ലോ റെസിഡ്യൂ, നമുക്ക് ബ്രൗൺ ഫ്യൂംസ് വരും, പിന്നെ അവിടെ ഉണ്ടാവുന്നത് എന്താണെന്നറിയോ? യെല്ലോ റെസിഡ്യൂ ആണ് അവിടെ ഉണ്ടാവുക. നമുക്ക് ബാലൻസ് വരുന്ന റെസിഡ്യൂ എന്ന് പറഞ്ഞാൽ ബാക്കി വരുന്ന സാധനമാണ് അല്ലേ, അത് യെല്ലോ ആയിരിക്കും. അതിന്റെ കാരണം എന്താണെന്നറിയോ? ലെഡ് ഓക്സൈഡ് ഉള്ള കാരണമാണ്. ലെഡ് ഓക്സൈഡ് ഉള്ളത് കാരണമാണ് ആ ഒരു യെല്ലോ റെസിഡ്യൂ വരുന്നത്. ഓക്സിജൻ അവിടെ റിലീസ് ആവുന്നുണ്ട്, കാരണം എന്താണ്? കമ്പഷൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, പ്രസൻസ് ഓഫ് ഓക്സിജൻ സപ്പോർട്ട് ചെയ്യും, അതുകൊണ്ട് കമ്പഷൻ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് ഓക്സിജൻ റിലീസ് ആവുന്നുണ്ട്. നൈട്രജൻ ഡയോക്സൈഡിന്റെ പ്രസൻസ് കാരണമാണ് ബ്രൗൺ ഫ്യൂംസ് ഉണ്ടാവുന്നത്. നമുക്ക് ബാക്കി വരുന്നത് യെല്ലോ റെസിഡ്യൂ ആണ്. അതിന്റെ റീസൺ എന്താണ്? ലെഡ് ഓക്സൈഡിന്റെ പ്രസൻസ് ആണ്. ഓക്കെ അല്ലേ? ക്ലിയർ ആയില്ലേ? ക്വസ്റ്റ്യനും ബാക്കി പറഞ്ഞു തന്ന ഡീറ്റെയിൽസും ഒക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അടുത്തത്,
A chemical reaction in which the rate of reaction is directly proportional to the first power of the concentration of the reacting substance is called. അതായത് ഒരു കെമിക്കൽ റിയാക്ഷൻ, ഓക്കെ, അതിൻ്റെ റേറ്റ് ഓഫ് റിയാക്ഷൻ, കെമിക്കൽ റിയാക്ഷൻ്റെ റേറ്റ് ഓഫ് റിയാക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് റിയാക്ടിങ് സബ്സ്റ്റൻസ് ഉണ്ടാവുമല്ലോ, റിയാക്ട് ചെയ്യുന്ന സബ്സ്റ്റൻസിന്റെ കോൺസെൻട്രേഷൻ ലെവലിന്റെ ഫസ്റ്റ് പവർ, നമുക്ക് പവേഴ്സ് ഉണ്ട്, ഓക്കെ, ആ ഒരു ഫസ്റ്റ് പവറിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആവുന്ന ടൈപ്പ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസിന് നമ്മൾ എന്താണ് പേര് പറയുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് ഫസ്റ്റ് പവറിനാണ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്നുണ്ടെങ്കിൽ അത് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ്. നമ്മൾ സീറോ ഓർഡർ റിയാക്ഷന്റെ കേസ് പറഞ്ഞു അല്ലെ, സാച്ചുറേറ്റഡ് ലെവലിൽ നിന്നും കോൺസെൻട്രേറ്റഡ് ലെവലിലേക്ക് പോകുന്ന ആ ഒരു ടൈപ്പ് ഓഫ് റിയാക്ഷനെയാണ് നമ്മൾ സീറോ ഓർഡർ റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? റിയാക്ടിങ് സബ്സ്റ്റൻസിന്റെ ഫസ്റ്റ് പവർ, കോൺസെൻട്രേഷന്റെ ഫസ്റ്റ് പവറിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ, അതായത് റേറ്റ് ഓഫ് റിയാക്ഷൻ കൂടുന്തോറും അല്ലെങ്കിൽ ഫസ്റ്റ് പവർ, അങ്ങനെ ആ ഒരു കോൺസെൻട്രേഷൻ പവറും റേറ്റ് ഓഫ് റിയാക്ഷനും ഒന്ന് കൂടുമ്പോൾ ഒന്ന് കൂടും, ഒന്ന് കുറയുമ്പോൾ ഒന്ന് കുറയും എന്നുള്ള ലെവലിൽ നിൽക്കുന്ന ടൈപ്പ് ഓഫ് കെമിക്കൽ റിയാക്ഷനെ നമ്മൾ എന്താ പറയുന്നത്? ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ, അതായത് റിയാക്ടന്റിന്റെ, ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ ഡബിൾ ചെയ്താൽ എന്ത് സംഭവിക്കും? റേറ്റ് ഓഫ് റിയാക്ഷനും ഡബിൾ ആവും. ഓക്കെ, റേറ്റ് ഓഫ് റിയാക്ഷനും ഇരട്ടിയാവും. ഓക്കെ, മനസ്സിലായല്ലോ അല്ലെ? ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഡീകമ്പോസിഷൻ റിയാക്ഷൻസ് ഈസ് നോട്ട് എ റിഡോക്സ് റിയാക്ഷൻ? നമുക്ക് താഴെ കുറച്ച് റിയാക്ഷൻസ് തന്നിട്ടുണ്ട്, അതിൽ ഏതാണ് റിഡോക്സ് റിയാക്ഷൻ അല്ലാത്തത് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ റിഡോക്സ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ള കാര്യം നമ്മൾ ആദ്യം മനസ്സിലാക്കണം അല്ലെ. അപ്പൊ എന്താണ് റിഡോക്സ് റിയാക്ഷൻ എന്ന് പറയുന്നത്? റിഡോക്സ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ റിഡക്ഷനും ഓക്സിഡേഷനും ഒരുമിച്ച് സംഭവിക്കുന്ന, അതായത് ഒരു രീതിയിലുള്ള ഇലക്ട്രോൺസിന്റെ ട്രാൻസ്ഫറും നടക്കുന്ന ടൈപ്പ് ഓഫ് റിയാക്ഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റിഡോക്സ് റിയാക്ഷൻ എന്ന് പറയുന്നത് അല്ലെ. റിഡക്ഷനും ഓക്സിഡേഷനും ഒരുമിച്ച് സംഭവിക്കുന്നതിനെയാണ്, ഇലക്ട്രോണിന്റെ ട്രാൻസ്ഫർ വിതിൻ സബ്സ്റ്റൻസ് നടക്കുന്ന ടൈപ്പ് ഓഫ് റിയാക്ഷനെയാണ് റിഡോക്സ് റിയാക്ഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു രീതിയിലുള്ള ഇലക്ട്രോൺ ട്രാൻസ്ഫറും നടക്കാത്ത ആ ഒരു ടൈപ്പ് ഓഫ് റിയാക്ഷൻ ഇതിൽ ഏതാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇതിനകത്ത് ഒന്നും നടക്കാത്ത ഒരു റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാൽസ്യം കാർബണേറ്റിന്റെ റിയാക്ഷൻ ആണ്. ഓക്കെ, ഡീകമ്പോസിഷൻ ഓഫ് കാൽസ്യം കാർബണേറ്റിൽ എന്ത് സംഭവിക്കണില്ല? ഇലക്ട്രോണിന്റെ ചേഞ്ച് ഒന്നും തന്നെ സംഭവിക്കണില്ല. അവിടെ എന്താ സംഭവിക്കണേ? കാൽസ്യം കാർബണേറ്റ് എന്ന് പറഞ്ഞാൽ CaCO3 ആണ്. നമ്മൾ അത് ചൂടാക്കുകയാണ്. ചൂടാക്കുമ്പോൾ അവിടെ എന്ത് സംഭവിക്കും? CaO + CO2 ഇത് മാത്രമാണ് അവിടെ സംഭവിക്കുന്നത് അല്ലേ. ഇത് നോക്ക്, അവിടെ നമുക്ക് ഇലക്ട്രോണിന്റെ ട്രാൻസ്ഫർ കാര്യങ്ങൾ, ഇവിടെ ഒരു റിഡക്ഷൻ സംഭവിക്കുന്നുണ്ട്, അതല്ലാണ്ട് ഇലക്ട്രോണിന്റെ ട്രാൻസ്ഫർ കാര്യങ്ങൾ ഒന്നും തന്നെ അവിടെ സംഭവിക്കണില്ല. ഒരു കാൽസ്യം എന്ത് തന്നെയാണ്? +2 ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. കാർബൺ എന്തായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്? +4 അയൺ ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഓക്സിജൻ എന്തായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്? -2 ആയിട്ട് തന്നെയാണ് ഓക്സിജന് ഇരിക്കുന്നത്. ഓക്കെ, അപ്പൊ അവിടെ എന്താ സംഭവിക്കണേ? പ്രത്യേകിച്ച് തെർമൽ ഡീകമ്പോസിഷൻ നടക്കുന്നുണ്ട്. ഓക്കെ, തെർമൽ ഡീകമ്പോസിഷൻ അവിടെ സംഭവിക്കുന്നുണ്ട്, പക്ഷെ എന്ത് സംഭവിക്കണില്ല? റിഡോക്സ് റിയാക്ഷൻ അവിടെ സംഭവിക്കണില്ല. ഓക്കെ അല്ലേ? കാൽസ്യം കാർബണേറ്റിന്റെ കേസിലാണ് അത് സംഭവിക്കുന്നത്. മനസ്സിലായല്ലോ എന്താണ് റിഡോക്സ് റിയാക്ഷൻ എന്നും എങ്ങനെയാണ് റിഡോക്സ് റിയാക്ഷൻ നടക്കുന്നത് എന്നുമുള്ള കാര്യം ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്തത്, when electricity is passed through water, what kind of chemical reaction occurs? നമ്മൾ വെള്ളത്തിൽ കൂടെ കറണ്ട് പാസ് ചെയ്ത് വിട്ടാൽ, ഇലക്ട്രിസിറ്റി പാസ് ചെയ്ത് വിട്ടാൽ അവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻ സംഭവിക്കും അല്ലേ. അത് ഏത് ടൈപ്പ് കെമിക്കൽ റിയാക്ഷൻ അല്ലെങ്കിൽ എന്ത് കെമിക്കൽ റിയാക്ഷൻ ആണ് അവിടെ സംഭവിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഡീകമ്പോസിഷൻ റിയാക്ഷൻ ആണ് അവിടെ സംഭവിക്കുന്നത്. ഓക്കെ, ഡീകമ്പോസിഷൻ ആണ് അവിടെ സംഭവിക്കുന്നത്. ഡീകമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? വാട്ടർ വന്നിട്ട് സിംപ്ലർ സബ്സ്റ്റൻസ് ആയിട്ട് ഡീകമ്പോസ് ചെയ്ത് പോകുന്നതിനെയാണ് ഡീകമ്പോസിഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്ന സബ്സ്റ്റൻസ് ഏതാണോ അത് ചെറിയ സബ്സ്റ്റൻസ് ആയിട്ട് ഡീകമ്പോസ് ചെയ്ത് മാറുന്ന ആ ഒരു ടൈപ്പ് ഓഫ് റിയാക്ഷൻ ആണ് ഡീകമ്പോസിഷൻ. ആ പേരിൽ തന്നെ അറിയാം ഡീകമ്പോസിഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ സംഭവിക്കുന്ന റിയാക്ഷൻ എന്താണെന്നൊന്ന് നോക്കിയാലോ.
2H2O. H2O എന്ന് പറഞ്ഞാൽ ലിക്വിഡ് ആണ് അല്ലേ? ഇതിൽ കൂടെ നമ്മൾ എന്താണ് പാസ് ചെയ്യുന്നത്? ഇലക്ട്രിസിറ്റി ആണ് പാസ് ചെയ്യുന്നത്. ലിക്വിഡിൽ കൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ നമുക്കവിടെ എന്താ അറിയോ കിട്ടുന്നത്? 2 ഹൈഡ്രജൻ, അതായത് ഹൈഡ്രജൻ എന്നുള്ള ഗ്യാസും ഫോം ചെയ്യും, ഓക്സിജൻ എന്നുള്ള ഗ്യാസും ഫോം ചെയ്യും. ഇവിടെ ഇപ്പം എന്താ സംഭവിച്ചത്? H2O എന്ന് പറയുന്ന ഈ ഒരു വാട്ടർ എന്തായിട്ട് മാറി? ഹൈഡ്രജനും ഓക്സിജനുമായിട്ടുള്ള സിമ്പിൾ സബ്സ്റ്റൻസ് ആയിട്ട് മാറുകയാണ് ചെയ്തത്. ഈ ടൈപ്പ് ഓഫ് റിയാക്ഷനെയാണ് നമ്മൾ ഡീകമ്പോസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഹൈഡ്രജൻ റിലീസ് ചെയ്യുന്നത് കാഥോഡിലാണ്, റിഡക്ഷൻ ആണ് ഹൈഡ്രജന് സംഭവിക്കുന്നത്. ഓക്സിജൻ ഗ്യാസ് റിലീസ് ചെയ്യുന്നത് ആനോഡിലാണ്, ഓക്സിഡേഷൻ സംഭവിച്ചിട്ട്. ഓക്കെ, അപ്പൊ മനസ്സിലായല്ലോ എന്താണ് ഡീകമ്പോസിഷൻ എന്നും എവിടെയാണ് സംഭവിക്കുന്നത് എന്നും എന്തൊക്കെയാണ് റിലീസ് ചെയ്യണത് എന്നുമുള്ള കാര്യം ഈ ഒരു ക്വസ്റ്റ്യനിൽ നിന്നും ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, what is the product formed when zinc and sulfuric acid react? സിങ്കും സൾഫ്യൂരിക് ആസിഡും റിയാക്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സിങ്ക് സൾഫ്യൂരിക് ആസിഡ്, നമുക്ക് കിട്ടുന്നത് സിങ്ക് സൾഫേറ്റ് ആണ്. സിങ്ക് സൾഫൈഡ് അല്ല, സിങ്ക് സൾഫേറ്റ് ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പം സിങ്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്ക്, നമുക്ക് ഇവിടെ കിട്ടുന്നത് സിങ്ക് എന്ന് പറഞ്ഞാൽ എന്താ? Zn ആണ്. സൾഫ്യൂരിക് ആസിഡ് എന്ന് പറഞ്ഞാൽ H2SO4 ആണ്. ഇത് രണ്ടും കൂടെ റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താ അറിയോ? ZnSO4 പ്ലസ് H2 ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, സിങ്ക് സൾഫേറ്റും ഹൈഡ്രജൻ ഗ്യാസ് റിലീസ് ആവുകയാണ് ഈ ഒരു റിയാക്ഷൻ ത്രൂ അവിടെ സംഭവിക്കുന്നത്. ഹൈഡ്രജൻ ഗ്യാസിന്റെ ബബിൾസ് ആണ് അവിടെ റിയാക്ട് ചെയ്ത് പോകുന്നത്. ഓക്കെ, മനസ്സിലായില്ലേ എന്താണ് സിങ്കും സൾഫ്യൂരിക് ആസിഡും റിയാക്ട് ചെയ്താൽ കിട്ടുന്ന സാധനം എന്നുള്ള കാര്യം ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അടുത്തത്, ഫൈൻഡ് ഔട്ട് വൈ വൈറ്റ് സിൽവർ ക്ലോറൈഡ് ടേൺസ് ഗ്രേ ഇൻ സൺലൈറ്റ്. വൈറ്റ് സിൽവർ ക്ലോറൈഡ് നമ്മൾ സൺലൈറ്റിൽ വെച്ച് കഴിഞ്ഞാൽ അത് എന്താവെന്നറിയോ? ഒരു ഗ്രേ കളർ ആവാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പം അതിന്റെ റീസൺ എന്താണ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അതിന്റെ കാരണം എന്ന് പറയുന്നത് ഇതാണ്: ഡ്യൂ ടു ദ ഡീകമ്പോസിഷൻ ഓഫ് സിൽവർ ക്ലോറൈഡ് ഇൻ ടു സിൽവർ ആൻഡ് ക്ലോറിൻ ബൈ ലൈറ്റ്. ഓക്കെ, സിൽവർ ഡീകമ്പോസ് ചെയ്യാണ്, അതായത് സിൽവർ മെറ്റലും ക്ലോറിൻ ഗ്യാസുമായിട്ട് സിൽവർ ക്ലോറൈഡ് സൺലൈറ്റിൽ എക്സ്പോസ് ചെയ്താൽ അത് എന്തായിട്ട് മാറും എന്നറിയോ? സിൽവർ മെറ്റലും ക്ലോറിൻ ഗ്യാസുമായിട്ട് മാറുന്ന ആ ഒരു പ്രോസസ്സ് കൊണ്ടാണ് അവിടെ എന്ത് സംഭവിക്കുന്നത്? ആ ഒരു ഗ്രേ കളർ അവിടെ സംഭവിക്കുന്നത്. ഓക്കെ അല്ലേ? മനസ്സിലായില്ലേ എന്താവുക ചെയ്യണത്? സിൽവർ ക്ലോറൈഡ് നമ്മൾ സൺലൈറ്റിൽ സൂര്യന്റെ വെളിച്ചത്തിൽ വെച്ച് കഴിഞ്ഞാൽ ആ സിൽവർ ക്ലോറൈഡ് സിൽവർ മെറ്റലായിട്ടും അതുപോലെ ക്ലോറിൻ ഗ്യാസ് ആയിട്ടും, അതായത് സിൽവർ ക്ലോറൈഡിൽ നിന്ന് ക്ലോറിൻ ഗ്യാസ് റിലീസ് ആയിട്ട് പോകും. ഓക്കെ, അപ്പൊ അവിടെ എന്ത് മാത്രമാവും? സിൽവർ മെറ്റൽ മാത്രമാവും. ആ മെറ്റലിന്റെ കളറാണ് ഗ്രേ കളറായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ ആയില്ലേ എന്താണ് അവിടെ വരുന്നത് എന്നുള്ള കാര്യം? ക്ലിയർ ആയിട്ടുണ്ട്, മനസ്സിലായല്ലോ അല്ലേ? ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ദ കോസ് ഓഫ് എ റിഡോക്സ് റിയാക്ഷൻ ഈസ് ദ. ഒരു റിഡോക്സ് റിയാക്ഷൻ നടന്നാൽ അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യമാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, ഒരു റിഡോക്സ് റിയാക്ഷൻ നടന്നാൽ, റിഡോക്സ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരുമിച്ച് ഒരു റിയാക്ഷനിൽ തന്നെ ഓക്സിഡേഷനും റിഡക്ഷനും സംഭവിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റിഡോക്സ് റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ നോക്ക്, റിയാക്ടൻസ് തമ്മിൽ ന്യൂട്രോൺസിന്റെ ട്രാൻസ്ഫർ ആണോ? അല്ല. പ്രോഡക്ട്സ് തമ്മിൽ ഇലക്ട്രോൺസിന്റെ ട്രാൻസ്ഫർ ആണോ? അതും അല്ല. പിന്നെന്താണ്? ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺസ് ബിറ്റ്വീൻ ടു റിയാക്ടൻസ്. നമ്മൾ എടുക്കുന്ന രണ്ട് റിയാക്ടൻസ് ആരൊക്കെയാണോ റിയാക്ട് ചെയ്യണത് അവർ തമ്മിലുള്ള ഇലക്ട്രോൺസിന്റെ ട്രാൻസ്ഫറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇലക്ട്രോൺസിന്റെ ട്രാൻസ്ഫർ എന്ന് പറയുമ്പോൾ അവിടെ എന്ത് സംഭവിക്കും? ഒരെണ്ണത്തിൽ ഓക്സിഡേഷനും സംഭവിക്കും, ഒരെണ്ണത്തിൽ റിഡക്ഷനും സംഭവിക്കും. അങ്ങനെയല്ലേ ട്രാൻസ്ഫർ നടക്കുക? അപ്പൊ ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റിഡോക്സ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ലോസ് ഓഫ് ഇലക്ട്രോൺസ് ആണ്. ഒരു സ്ഥലത്ത് ഓക്സിഡേഷൻ സംഭവിക്കുമ്പോൾ, അതായത് ഇലക്ട്രോൺസ് നഷ്ടപ്പെടുമ്പോൾ ആ ഇലക്ട്രോൺസ് അടുത്ത റിയാക്ടന്റ് എന്ത് ചെയ്യും? ഗെയിൻ ചെയ്യും. ഗെയിൻ ചെയ്യുമ്പോൾ അവിടെ എന്ത് സംഭവിക്കും? റിഡക്ഷനും സംഭവിക്കും. അങ്ങനെ ഒരു റിയാക്ഷനിൽ തന്നെ ഓക്സിഡേഷനും റിഡക്ഷനും സംഭവിക്കുന്ന ടൈപ്പ് ഓഫ് റിയാക്ഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റിഡോക്സ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലേ? അപ്പൊ ഇതിനൊരു എക്സാമ്പിൾ വേണോ? എക്സാമ്പിൾ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഞാൻ ദാ ഇവിടെ പറഞ്ഞുതരാം. നോക്കിക്കോ, സിങ്ക് കോപ്പർ സൾഫേറ്റ്, സിങ്കിന് കോപ്പർ സൾഫേറ്റുമായിട്ടുള്ള റിയാക്ഷൻ. അപ്പം സിങ്ക് പ്ലസ്
കോപ്പർ സൾഫേറ്റ് നമ്മൾ എന്ത് ചെയ്യാണ്, റിയാക്ഷൻ സംഭവിക്കുകയാണ്. അവിടെ എന്ത് സംഭവിക്കുന്നറിയോ, സിങ്ക് സൾഫേറ്റ് ആവും, കോപ്പർ പുറത്തേക്കും വരും, കോപ്പർ സെപ്പറേറ്റ് ആവും. അപ്പൊ ഇവിടെ നോക്ക്, ഇവിടെ എന്താ സംഭവിക്കുന്നത്, കോപ്പർ 2 അയൻസിനെ ഗെയിൻ ചെയ്യാണ്, 2 ഇലക്ട്രോൺസിനെ ഗെയിൻ ചെയ്തു. ഓക്കെ, കോപ്പർ ഇലക്ട്രോൺസിനെ ഗെയിൻ ചെയ്തു, അവിടെ റിഡക്ഷൻ സംഭവിക്കുകയാണ് ചെയ്തത്. ഓക്കെ അല്ലേ? ദെൻ ഇവിടെ സിങ്കിൽ എന്ത് സംഭവിച്ചു, സിങ്കിലേക്ക് ഇലക്ട്രോൺസ് ആഡ് ആവുകയും ചെയ്തു. അപ്പൊ എന്ത് സംഭവിച്ചു, അവിടെ സിങ്ക് സൾഫേറ്റ് ഫോം ചെയ്തു. അവിടെ എന്ത് പ്രോസസ്സാണ് വന്നത്, കോപ്പറിൽ നിന്നും സൾഫറിൽ നിന്നും പുറത്തേക്ക് പോയി. ഓക്കെ, അപ്പം ഈ ഒരു ടൈപ്പ് ഓഫ് റിയാക്ഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റിഡോക്സ് റിയാക്ഷൻ എന്ന് പറയുന്നത്. റിയാക്ടൻസ് തമ്മിൽ ഇലക്ട്രോൺസിന്റെ ട്രാൻസ്ഫർ നടക്കുന്ന ടൈപ്പ് ഓഫ് റിയാക്ഷൻസിനെയാണ് നമ്മൾ റിഡോക്സ് റിയാക്ഷൻ എന്ന് പറയുന്നത്. അടുത്തത്, വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ അയൺ വിത്ത് എ ചാർജ് ഓഫ് -1? -1 ചാർജ് ഉള്ള ഒരു അയണിനെ നമ്മൾ എന്ത് പേരാണ് പറയുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. -1 ഉള്ളതിന് നമ്മൾ എന്താ പറയുക, ആനയോൺ. നെഗറ്റീവ് ചാർജ് ഉള്ളതിന് നമ്മൾ ആനയോൺ എന്നാണ് പറയുക, അല്ലെ? നെഗറ്റീവ് ചാർജ് ഉള്ളതിന് ആനയോൺ എന്നാ പറയുക, പോസിറ്റീവ് ചാർജ് ഉള്ളതാണ് നമ്മൾ കാറ്റയോൺ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ആ അയണിനെ ഫോം ചെയ്യണ രീതിയിലായിരിക്കും കേട്ടോ ബ്രോമിൻ, ക്ലോറിൻ, അയഡിൻ എന്നൊക്കെ നമ്മൾ പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ആനയോൺ എന്താണ് എന്നുള്ള കാര്യവും അതിന്റെ ചാർജ് -1 ആണ്, കാറ്റയോൺ എന്ന് പറഞ്ഞാൽ +1 ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, the decomposition of gaseous ammonia on a hot platinum surface is a dash order reaction at high pressure. ഓക്കെ, അപ്പൊ എന്താ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്, ഗേഷ്യസ് അമോണിയ, അതായത് ഒരു ഹോട്ട് പ്ലാറ്റിനം സർഫസിൽ വെച്ചിരിക്കുന്ന ഗേഷ്യസ് അമോണിയയുടെ ഡീകമ്പോസിഷൻ ഏത് ഓർഡർ റിയാക്ഷനിലാണ് വരുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ എന്തൊക്കെയാണെന്നൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് നോക്കാം. ഹോട്ട് പ്ലാറ്റിനം സർഫസ് എന്ന് പറഞ്ഞാൽ കാറ്റലിസ്റ്റ് ആണ്. ഓക്കെ, ഇവിടെ കാറ്റലിസ്റ്റ് ആയിട്ട് ബിഹേവ് ചെയ്യണത് ഹോട്ട് പ്ലാറ്റിനം സർഫസ് ആണ്. ഗേഷ്യസ് അമോണിയ അവിടെ ഡീകമ്പോസിഷൻ ആണ് സംഭവിക്കുന്ന റിയാക്ഷൻ ഡീകമ്പോസിഷൻ ആണ്. അവിടുത്തെ കണ്ടീഷൻ എന്താണ്, ഹൈ പ്രഷറിലാണ് തന്നിരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഹൈ പ്രഷറിൽ നമുക്ക് ഒരു കാറ്റലിറ്റിക് സർഫസ്, അതായത് ഹൈ പ്രഷറിൽ ഒരു കാറ്റലിറ്റിക് സർഫസ് എപ്പോഴും സാച്ചുറേറ്റഡ് കണ്ടീഷനിലായിരിക്കും ഇരിക്കുന്നത്. എന്താവും, ഇവിടെ ഹൈ പ്രഷർ ആയതുകൊണ്ട് ഹോട്ട് പ്ലാറ്റിനം സർഫസ്, അതാണ് കാറ്റലിസ്റ്റ്, അവർ അമോണിയയുമായി റിയാക്ട് ചെയ്തിട്ട് ഏത് ഫോമിലേക്ക് മാറും, സാച്ചുറേറ്റഡ് ലെവലിലേക്ക് മാറും. ഞാനൊരു കാര്യം പറയട്ടെ, നമുക്ക് സാച്ചുറേറ്റഡ് ആയി കഴിഞ്ഞാൽ, ഒരു റിയാക്ഷൻ സാച്ചുറേറ്റഡ് ആയി കഴിഞ്ഞാൽ അവിടെ ഫെർദർ അഡീഷൻ എന്ത് നമ്മൾ ഫെർദർ ആഡ് ചെയ്താലും പിന്നീട് ആ റിയാക്ഷൻ ഏത് കണ്ടീഷനിലേക്കാണ് മാറുന്നത്, കോൺസെൻട്രിക് കണ്ടീഷനിലേക്കാണ്, അല്ലെങ്കിൽ കോൺസെൻട്രേറ്റഡ് കണ്ടീഷനിലേക്കാണ് പിന്നീട് മാറുന്നത്, അല്ലെ? ഈ കോൺസെൻട്രേറ്റഡ് ആവുന്ന, അതായത് പിന്നീട് കോൺസെൻട്രേറ്റഡ് ആവുന്നത് ഈ അമോണിയയാണ്. അമോണിയയുടെ ഒരിക്കൽ റിയാക്ഷൻ സാച്ചുറേറ്റഡ് ആയി കഴിഞ്ഞാൽ പിന്നീട് അമോണിയയ്ക്ക് സംഭവിക്കുന്ന ഏത് കോൺസെൻട്രേഷൻ ലെവലിലാണെങ്കിലും അത് എന്തിനെ ബാധിക്കില്ല, റേറ്റ് ഓഫ് റിയാക്ഷനെ ഒരു രീതിയിലും ബാധിക്കില്ല. കാരണം എന്താണ്, അവിടെ ഓൾറെഡി സാച്ചുറേറ്റഡ് ലെവൽ, ആ റിയാക്ഷന് പറ്റാവുന്നതിന്റെ മാക്സിമം ലെവൽ അവര് അച്ചീവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോ അവിടുത്തെ റിയാക്ഷന്റെ ഓർഡർ എന്തായിരിക്കും, 0 ഓർഡർ റിയാക്ഷൻ ആയിരിക്കും അവിടെ ഉണ്ടാവുന്നത്. മനസ്സിലായോ? നമ്മൾ ഇത് പറഞ്ഞിട്ടുണ്ട്, സാച്ചുറേറ്റഡിൽ നിൽക്കുന്ന ഒരു റിയാക്ഷനിൽ ഫെർദർ അഡീഷൻ നടത്തി അത് കോൺസെൻട്രേറ്റഡ് ആയിട്ട് മാറുകയാണെന്നുണ്ടെങ്കിൽ അവിടെ റിയാക്ഷന്റെ ഓർഡർ 0 ആയിരിക്കും എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ അത് ഒന്നുകൂടെ ക്ലിയർ ആക്കിയിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Which of the following gases get released when dilute sulfuric acid reacts with magnesium? മെഗ്നീഷ്യവും ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡും തമ്മിൽ റിയാക്ട് ചെയ്യുമ്പോൾ അവിടെ എന്ത് ഗ്യാസ് ആണ് റിലീസ് ആവണത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഇവിടെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അതിനു മുന്നേ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു റിയാക്ഷൻ ഒന്ന് നോക്കാം, അല്ലെ? മെഗ്നീഷ്യം ആണ്, മെഗ്നീഷ്യം പ്ലസ് എന്താണ്, സൾഫ്യൂരിക് ആസിഡ് ആണ്, H2SO4 ആണ്. അത് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക, മെഗ്നീഷ്യം സൾഫേറ്റ് കിട്ടും, അല്ലെ? MgSO4 കിട്ടും. പിന്നെ ബാലൻസ് അവിടെ ഉള്ളത് എന്താണ്, ഒരു H2 ആണ് ബാലൻസ് ഉള്ളത്. H2 എന്ന് പറഞ്ഞാൽ എന്താണ്, ഹൈഡ്രജൻ ആണ്. അപ്പൊ റിലീസ് ആവുന്ന ഗ്യാസ് ഏതാണ്, ഹൈഡ്രജൻ ഗ്യാസ് ആണ് അവിടെ റിലീസ് ആവുന്നത്. മനസ്സിലായോ? മെഗ്നീഷ്യവും സൾഫ്യൂരിക് ആസിഡും തമ്മിൽ റിയാക്ട് ചെയ്യുമ്പോൾ അവിടെ മെഗ്നീഷ്യം സൾഫേറ്റ് ആണ് ഫോം ചെയ്യണത്. ദെൻ അവിടെ എന്താ സംഭവിക്കണേ, റിലീസ് ആവുന്നത് ഏത് ഗ്യാസ് ആണ്, ഹൈഡ്രജൻ ഗ്യാസ് ആണ്
റിലീസ് ആവുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ ബേസ്ഡ് ഓൺ ദ നമുക്കൊരു റിയാക്ഷൻ തന്നിട്ടുണ്ട്, അതിനെ ബേസ് ചെയ്തിട്ട് ഇതിനകത്ത് ഏതൊക്കെയാണ് ഓക്സിഡൈസ് ആവുന്നത്, ഏതൊക്കെയാണ് റെഡ്യൂസ്ഡ് ആവണത് എന്ന് നോക്കിയിട്ട് നമുക്ക് അവിടെ ആൻസേഴ്സ് തന്നിട്ടുണ്ട്, അത് ചൂസ് ചെയ്യാം. നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ആ ഒരു ഇക്വേഷൻ ഒന്ന് ഇങ്ങോട്ടേക്ക് എഴുതാം. NH3 അമോണിയ ആണ് അല്ലെ, 4 അമോണിയ പ്ലസ് നമുക്ക് എന്താണ് 5 ഓക്സിജൻ തന്നിട്ടുണ്ട്, വിൽ ഗീവ്സ് എന്താ ആവുന്നത്, നൈട്രിക് ഓക്സൈഡ് ആണ് അല്ലെ, 4 നൈട്രിക് ഓക്സൈഡ് പ്ലസ് 6 വാട്ടർ മോളിക്യൂൾസ് ആണ് അവിടെ ഉണ്ടാവുന്നത്. നമ്മൾ ഇനി എന്താ അറിയോ ചെയ്യേണ്ടത്, നമുക്ക് ഇതിനകത്ത് ഓക്സിഡേഷനും റിഡക്ഷനും അറിയണമെങ്കിൽ ഓക്സിഡേഷൻ നമ്പേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യണം അല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, നമുക്കറിയാം എങ്ങനെയാണ് ഓക്സിഡേഷൻ നമ്പേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന് നമുക്ക് അറിയാം അല്ലെ. അപ്പൊ ഞാൻ ഇനി അതിന്റെ സ്റ്റെപ്പുകളൊന്നും എഴുതില്ല, ജസ്റ്റ് ഇവിടെ കാര്യം പറഞ്ഞു തരാം. NH3യുടെ കേസിലാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഹൈഡ്രജന്റെ ഓക്സിഡേഷൻ നമ്പർ +1 ആണെന്നറിയാം. അപ്പൊ Nന്റേത് നമ്മൾ X ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ Nന്റെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് എത്രയായിട്ട് കിട്ടും, -3 എന്ന് കിട്ടും. കാരണം +1ഉം ഇവിടെ 4 എണ്ണം ഉണ്ട്, ഇവിടെ 3 എണ്ണം ഉണ്ട് അല്ലെ. അപ്പൊ അത് വർക്ക്ഔട്ട് ചെയ്ത് വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, അമോണിയയുടെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് -3 എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് എന്ത് വേണം, ഇവിടത്തെ അമോണിയയുടെ അല്ല നൈട്രജന്റെ, അമോണിയയിലുള്ള നൈട്രജന്റെ -2 ആണ്. ഇനി നൈട്രിക് ഓക്സൈഡിൽ എടുക്കുകയാണെങ്കിൽ ഓക്സിജന്റെ ഇത് -2 ആണെന്ന് നമുക്കറിയാം. ഇവിടെ നമ്മൾ നൈട്രജന്റെ ഇത് Y ആയിട്ട് കൺസിഡർ ചെയ്യാണ്. അങ്ങനെ വരുമ്പോൾ ഓക്സിഡേഷൻ നമ്പർ എന്ത് കിട്ടും, നമ്മൾ ഇവിടെ സോൾവ് ചെയ്ത് വരുന്ന ടൈമിൽ ഓക്സിഡേഷൻ നമ്പർ -2 എന്നാണ്, സോറി -2 അല്ല +2 എന്നാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ എന്താണ്, അമോണിയയിലുള്ള നൈട്രജന്റെ ഓക്സിഡേഷൻ നമ്പർ -3 ആണ്, നൈട്രിക് ഓക്സൈഡിലുള്ളത് എന്താണ്, +2 ആണ്. ഓക്കെ, അപ്പൊ നൈട്രജന്റെ കേസ് കിട്ടി. ഇനി നമുക്ക് എന്താണ് ഓക്സിജന്റെ നോക്കാം അല്ലെ. ഇവിടെ ഓക്സിജൻ എന്തായിട്ടാണ് നിൽക്കുന്നത്, ഓക്സിജൻ സിംഗിൾ ആയിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് എലമെന്റൽ ഫോം ആയതുകൊണ്ട് അവിടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 0 ആണ്. ഇവിടെ ഹൈഡ്രജന്റേത് നമുക്ക് എന്താണെന്ന് അറിയാം, ഹൈഡ്രജന്റേത് +1 ആണെന്നറിയാം, ഓക്സിജന്റേത് -2 ആണെന്നും അറിയാം. അപ്പൊ നമുക്ക് ഓരോ കണ്ടീഷനിലുമുള്ള ഓക്സിഡേഷൻ നമ്പേഴ്സ് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യണം എന്നറിയോ, ഇവിടെ നോക്ക്, നൈട്രജൻ നോക്ക്, -3യിൽ നിന്നും എന്തായിട്ടാ മാറിയത്, +2 ആയിട്ടാണ് മാറിയത് അല്ലെ. +2 എന്ന് പറയുമ്പോൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്താ സംഭവിച്ചത്, ഇൻക്രീസ് ചെയ്യാണ് സംഭവിച്ചത് അല്ലെ. -3നേക്കാളും വലുതാണ് +2. അപ്പൊ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇൻക്രീസ് ചെയ്യാണ് ചെയ്തത്. അപ്പൊ അവിടെ സംഭവിച്ച പ്രോസസ് എന്താണ്, നൈട്രജൻ എന്താണ് സംഭവിച്ചത്, ഓക്സിഡേഷൻ ആണ് നൈട്രജന് സംഭവിച്ചത്. കാരണം എന്താണ്, അവിടെ ഇൻക്രീസ് ആണ് സംഭവിച്ചത്. ഇനി ഓക്സിജന്റെ കേസിൽ നോക്ക്, ഓക്സിജൻ 0 ആയിരുന്നത് എന്ത് സംഭവിച്ചു, -2 ആയിട്ട് മാറി അല്ലെ. അതായത് റെഡ്യൂസ് ആണ് നടന്നത് അവിടെ. അപ്പൊ അവിടെ സംഭവിച്ചത് എന്താണ്, റിഡക്ഷൻ ആണ് ഓക്സിജന് സംഭവിച്ചത്. ഓക്കെ അല്ലേ. അപ്പൊ നോക്ക്, നൈട്രജൻ ഗെറ്റ്സ് ഓക്സിഡൈസ്ഡ്, ഓക്സിജൻ ഗെറ്റ് റെഡ്യൂസ്ഡ്. ഓപ്ഷൻ 3 ആണ്, A and B ആണ് നമുക്ക് തന്നിരിക്കുന്ന കണ്ടീഷനിൽ കറക്റ്റ് കണ്ടീഷൻ. മനസ്സിലായോ എങ്ങനെയാണ് ഒരു റിയാക്ഷൻ ചെയ്യേണ്ടതെന്നും അതിന് എങ്ങനെയാണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കേണ്ടത് എന്നുള്ള കാര്യം ഈ ഒരു ക്വസ്റ്റ്യനിൽ കൂടെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആയിട്ടുണ്ടാവും അല്ലേ. നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Which of the following chemical reactions takes place when quicklime reacts with water? Quicklime വെള്ളവുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഏത് കെമിക്കൽ റിയാക്ഷൻ ആണ് അവിടെ സംഭവിക്കുന്നത് എന്നാണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. ക്വിക്ലൈം എന്ന് പറഞ്ഞാൽ എന്താണ്, CaO ആണ് അല്ലെ. ക്വിക്ലൈം എന്ന് പറഞ്ഞാൽ CaO ആണ്. വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്, H2O ആണ്. അപ്പൊ ഇവര് തമ്മിലാണ് റിയാക്ഷൻ നടക്കേണ്ടത്. ഇവിടെ നോക്ക്, CH4 ഇതുമല്ല ഇതുമല്ല. നമ്മൾ എപ്പോഴും എക്സാംസ് അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ തന്നിരിക്കുന്ന ബാക്കിയുള്ള ഓപ്ഷനിൽ നിന്ന് വേണം ആൻസേഴ്സ് കണ്ടെത്താൻ. ഓക്കെ, നമ്മൾ മാക്സിമം ഓപ്ഷൻസ് നെഗ്ലക്ട് ചെയ്യുക അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളയുക. എന്നിട്ട് ഉള്ള ഓപ്ഷനിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ആൻസറിലേക്ക് എത്താനുള്ള കാര്യങ്ങൾ നോക്കുക. ഓക്കെ, ഇനി ഇവിടെ സിമ്പിൾ ആയിട്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാര്യം മനസ്സിലാവും. ഇവിടെ നോക്ക്, ഒരു കാൽസ്യം CaO ഉണ്ട്, H2O ഉണ്ട്. ഇവിടെ നോക്ക്, CAയും H2ഉം മാത്രമേ ഉള്ളൂ അല്ലെ. CaH2O അവിടെ കാണാനില്ല അല്ലെ. കാൽസ്യം 2 എന്താ പറയാ ഗ്യാസ് റിലീസ് ആവാനുള്ള ചാൻസും ഇല്ല. അപ്പൊ പിന്നെ എന്താണ്, ഈ ഒരു ഓപ്ഷനും ആയിരിക്കില്ല. ഇത് നോക്ക്, ഇവിടെ നോക്ക്, കാൽസ്യം CaO + H2O ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, CaOH twice.
അല്ലെ? അപ്പൊ അതിന് ഒരു സാധ്യതയുണ്ട്. നമുക്ക് വരുന്നത് എന്താണ്? CO, സ്ലേക്ക്ഡ് ലൈമാണ്. കാൽസ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ലേക്ക്ഡ് ലൈമാണ്. ക്യുക്ക് ലൈം വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് എന്താണ്? സ്ലേക്ക്ഡ് ലൈമാണ് നമുക്ക് കിട്ടുന്ന ആൻസർ. ഓക്കെ, കിട്ടുന്ന പ്രോഡക്റ്റ് സ്ലേക്ക്ഡ് ലൈമാണ്. ക്ലിയർ ആയില്ലേ? മനസ്സിലായിട്ടുണ്ടല്ലോ അല്ലെ? അടുത്ത ക്വസ്റ്റ്യൻ, പലേഡിയം ഓൺ ബേരിയം സൾഫേറ്റ് ഈസ് ഓൾസോ നോൺ ആസ്. പലേഡിയം ഓൺ ബേരിയം സൾഫേറ്റ് എന്ന് പറഞ്ഞാൽ അതെന്താ അറിയോ? അതൊരു കാറ്റലിസ്റ്റ് ആണ്. ഓക്കെ, പലേഡിയം ഓൺ ബേരിയം സൾഫേറ്റ് എന്ന് പറഞ്ഞാൽ അതൊരു കാറ്റലിസ്റ്റ് ആണ്. അതിന് വേറൊരു പേര് നമ്മൾ പറയാറുണ്ട്. അതാണ് റൊസൻമണ്ട് കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത്. റൊസൻമണ്ട് കാറ്റലിസ്റ്റ് എന്നും നമ്മൾ എന്തിനെ പറയാറുണ്ട്? പലേഡിയം ഓൺ ബേരിയം സൾഫേറ്റ്, ആ ഒരു കാറ്റലിസ്റ്റിനെ നമ്മൾ പറയാറുണ്ട്. ഓക്കെ, അപ്പൊ ഇതെന്താ ചെയ്യാന്നറിയോ? ഒരു ഇനേർട്ട് സപ്പോർട്ട് ആയിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ, ഒരു ഇനേർട്ട് സപ്പോർട്ട് ആയിട്ടാണ് ഈ ഒരു റൊസൻമണ്ട് കാറ്റലിസ്റ്റ് നിൽക്കുന്നത്. മനസ്സിലായല്ലോ അല്ലെ? എന്താണ് സംഭവം എന്നുള്ള കാര്യം മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ഇതുണ്ടല്ലോ. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ പലേഡിയം ഓൺ ബേരിയം സൾഫേറ്റിന്റെ കേസിൽ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഗ്രിഗ്നാർഡ് റിയേജന്റ് ഈസ് റെപ്രസെന്റഡ് ആസ്. ഗ്രിഗ്നാർഡ്, അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഗ്രിഗ്നാർഡ് റിയേജന്റ് എങ്ങനെയാ അറിയോ റെപ്രസെന്റ് ചെയ്യുക? RMgX എന്നാണ് അതിന്റെ റെപ്രസെന്റേഷൻ വരുന്നത്. ഓക്കെ, അപ്പം ഇത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആദ്യം നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, സെന്ററിൽ മെഗ്നീഷ്യം വരണം. അപ്പൊ ഈ രണ്ട് ഓപ്ഷൻസ് അല്ല എന്ന് നമുക്ക് മനസ്സിലായി. പിന്നെ എന്താ ഉള്ളത്? ഇവിടെ നോക്കി, ഇവിടെ രണ്ട് ഹൈഡ്രജൻ ആണ്, അപ്പുറത്ത് ഇപ്പുറത്ത് നിൽക്കുന്നത് H ആണ് അല്ലെ? പക്ഷെ ഇവിടെ നോക്ക്, ഇവിടെ നമുക്ക് എന്താണ്? രണ്ടെണ്ണം ആയിട്ടാണ് തന്നിരിക്കുന്നത്. ഒരു R-ഉം ഒരു X-ഉം ആണ് തന്നിരിക്കുന്നത്. രണ്ടെണ്ണവും ഡിഫറെന്റ് ആണ് അല്ലെ? അപ്പൊ ഡിഫറെന്റ് ആവുമ്പോ എന്താണ്? ഒരിക്കലും HH വരില്ല. HH ആയിരുന്നെങ്കിൽ ഒന്നുകിൽ ഇവിടെ രണ്ടിടത്തും R എന്ന് തന്നെ തന്നേനെ, അല്ലെങ്കിൽ X എന്ന് തന്നെ തന്നേനെ അല്ലെ? അപ്പൊ എന്താണ്? ഇതുമല്ല. ആൻസർ എന്താണെന്ന് മനസ്സിലായി? CH3MgCl ആണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി അതിന്റെ എക്സ്പ്ലനേഷൻ ഞാനൊന്ന് പറഞ്ഞു തരാം. ഇവിടെ ആറില് നമുക്ക് എപ്പോഴും വരിക ആൽക്കൈൽ, അരിൽ, വിനൈൽ ഒക്കെയാണ് എന്തിൽ വരിക? ആറിന്റെ പ്ലേസിൽ വരിക. ലൈക്ക് എന്തൊക്കെയാ അറിയോ? CH3, C2H5, PH, ഇതൊക്കെയാണ് എവിടെ വരിക? ആറിന്റെ പ്ലേസിൽ വരിക. ഇനി എക്സിന്റെ പ്ലേസിലാണെങ്കിൽ ഹാലൈറ്റ്സ് ആണ് വരിക. ഓക്കെ, എക്സിന്റെ പ്ലേസിൽ ഹാലൈറ്റ്സ് ആണ് വരിക. ഏതൊക്കെയാണ്? Cl, ബ്രോമിൻ, അയഡിൻ, അങ്ങനെയുള്ള ഹാലൈറ്റ്സ് ഒക്കെയാണ് എവിടെ വരിക? എക്സിന്റെ പ്ലേസിൽ വരുന്നത്. അപ്പൊ എന്താണ് ഗ്രിഗ്നാർഡ് റിയേജന്റ് എന്നും എന്താണ് അതിന്റെ സംഭവം എന്നുള്ളത് മനസ്സിലായല്ലോ. ഇനി ഒരു ചെറിയ കാര്യം കൂടെ പറഞ്ഞുതരാം. ഗ്രിഗ്നാർഡ് റിയേജന്റ് കണ്ടുപിടിച്ചത് വിക്ടർ ഗ്രിഗ്നാർഡ് ആണ്. ഓക്കെ, വിക്ടർ ഗ്രിഗ്നാർഡ് ആണ് ഗ്രിഗ്നാർഡ് റിയേജന്റ് കണ്ടുപിടിച്ചത്. ഏത് വർഷമാണെന്നറിയോ? 1912 അദ്ദേഹത്തിന് അതിന് പേരിൽ നോബൽ പ്രൈസും കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഗ്രിഗ്നാർഡ് റിയേജന്റ് കണ്ടുപിടിച്ചതിന് വിക്ടർ ഗ്രിഗ്നാർഡിന് 1912 നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ അതിൽ ആവശ്യമുള്ള പോയിന്റ്സ് എല്ലാം നോട്ട് ചെയ്ത് വെക്കുക. നമുക്ക് എല്ലാ പോയിന്റ്സും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ കിട്ടില്ല. അപ്പൊ കിട്ടുന്ന പോയിന്റ്സ്, ഞാൻ എക്സ്ട്രാ പറയുന്ന പോയിന്റ്സ് എല്ലാം നോട്ട് ചെയ്ത് വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അടുത്തത്, which two organic chemists are known for observing the peroxide effect in adding reagents to unsaturated compounds in 1933? 1933 രണ്ട് കെമിസ്റ്റ്, ഓർഗാനിക് കെമിസ്റ്റ്, അവരെന്ത് ചെയ്തു എന്നറിയോ? അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള കോമ്പൗണ്ട്സിലേക്ക്, അൺസാച്ചുറേറ്റഡ് എന്ന് പറഞ്ഞാൽ അവർക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന അത്രയും സ്പേസ് കംപ്ലീറ്റ് അല്ലാത്തത്, അതായത് ഇനിയും അക്സെപ്റ്റൻസ് ഉള്ള ടൈപ്പ് ഓഫ് കോമ്പൗണ്ട്സിലേക്ക് റിയേജൻസിനെ ആഡ് ചെയ്തു. ആഡ് ചെയ്യുമ്പോൾ അവിടെ പെറോക്സൈഡിനുള്ള എഫക്റ്റ് എന്താണ് എന്നുള്ള കാര്യം ഒബ്സർവ് ചെയ്തതിന്റെ പേരിൽ ഫേമസ് ആയിട്ടുള്ള രണ്ട് ഓർഗാനിക് കെമിസ്റ്റ് ഉണ്ട്. ഓക്കെ, അവരാരൊക്കെയാ അറിയോ? മോറിസ് എസ് കറാച്ച് ആൻഡ് ഫ്രാങ്ക് ആർ മായോ. ഇവർ രണ്ടുപേരാണ് ഈ ഒരു ഒബ്സർവേഷനും കാര്യങ്ങളും ഒക്കെ ചെയ്തത്. ഓക്കെ, അപ്പം അവര് ഇത് എന്താ അറിയോ പറഞ്ഞത്? പെറോക്സൈഡ്സ് ഉണ്ടല്ലോ, നമ്മൾ ഈ ഒരു അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സിലേക്ക് പെറോക്സൈഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഹൈഡ്രജൻ ബ്രോമൈഡ് എന്തായിട്ട് മാറുന്നറിയോ? ഹൈഡ്രജൻ ബ്രോമൈഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആൽക്കീൻസ് ആയിട്ട് മാറും. ഓക്കെ, ആൽക്കീൻസ് ആയിട്ട് മാറും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ആര് കണ്ടുപിടിച്ചത്? മോറിസ് എസ് കറാച്ചും ഫ്രാങ്ക് ആർ മായോയും കണ്ടുപിടിച്ചത്. ഓക്കെ അല്ലേ? ക്ലിയർ ആയില്ലേ? ഓക്കെ, ഇതിന് പെറോക്സൈഡ് എഫക്റ്റ് എന്നാണ് കേട്ടോ നമ്മൾ പറയുക. ഇവര് കണ്ടുപിടിച്ച ഈ ഒരു എഫക്റ്റിനെ പെറോക്സൈഡ് എഫക്റ്റ് എന്നാണ്
പറയുന്നത്, അല്ലെങ്കിൽ എന്തെന്നും പറയും, കറാച്ച് എഫക്റ്റ് എന്നും പറയാറുണ്ട്. ഓക്കെ, അപ്പൊ ആ കാര്യം ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, what is the gas evolved when zinc reacts with sulfuric acid? സിങ്കും സൾഫ്യൂരിക് ആസിഡും കൂടെ റിയാക്ട് ചെയ്താൽ നമുക്ക് എന്ത് ഗ്യാസ് ആണ് കിട്ടുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം അല്ലെ. സിങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? Zn ആണ്. സൾഫ്യൂരിക് ആസിഡ് എന്ന് പറഞ്ഞാൽ H2SO4 ആണ്. ഇത് കാണുമ്പോൾ തന്നെ, ഇത് ഇത്രയും എഴുതാതെ തന്നെ നമുക്ക് ആൻസർ കിട്ടും. നമുക്ക് എന്താണ് പ്രോഡക്റ്റ് വരിക? സിങ്ക് സൾഫേറ്റും ഹൈഡ്രജനുമാണ് ആൻസർ വരുന്നത്. അപ്പൊ നമുക്ക് പുറത്തേക്ക് വരുന്ന ഗ്യാസ് ഏതാണ്? ഹൈഡ്രജൻ ഗ്യാസ് ആണ് പുറത്തേക്ക് വരുന്നത്. ഓക്കെ, മനസ്സിലായില്ലേ? ഹൈഡ്രജൻ ഗ്യാസ് ആണ് നമുക്ക് പുറത്തേക്ക് കിട്ടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഗ്യാസ് ഈസ് ഇവോൾവ്ഡ് വെൻ അയൺ ആൻഡ് വാട്ടർ റിയാക്ട്? അയണും വാട്ടറും റിയാക്ട് ചെയ്താൽ നമുക്ക് ഏത് ഗ്യാസ് ആണ് കിട്ടുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അയൺ എന്ന് പറഞ്ഞാൽ എന്താ? Fe ആണ് അല്ലെ. Fe പ്ലസ് H2O ആണ്. ബാലൻസ് ചെയ്യാൻ നമുക്ക് 3Fe പ്ലസ് 4H2O എന്ന് കിട്ടും. നമുക്ക് കിട്ടുന്നത് എന്താണ്? Fe3O4 എന്ന് കിട്ടും, പ്ലസ് 4H2. എന്താണ് പുറത്തേക്ക് വരുന്നത്? ഹൈഡ്രജൻ ഗ്യാസ് ആണ് പുറത്തേക്ക് വരുന്നത്. ഓക്കെ, ഇനി ഇത് വന്നിട്ട് സ്റ്റീം വാട്ടറിൽ വരുന്ന കണ്ടീഷൻ ആണ് കേട്ടോ. നമുക്ക് ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കണം, അയൺ ഉണ്ടല്ലോ, അയൺ എപ്പോഴും സ്റ്റീം വാട്ടറുമായിട്ടാണ് റിയാക്ട് ചെയ്യാൻ ചാൻസ്. കോൾഡ് വാട്ടറിൽ അയൺ റിയാക്ട് ചെയ്യില്ല. ഓക്കെ, നോർമൽ കണ്ടീഷൻസിൽ ഒന്നും തന്നെ കോൾഡ് വാട്ടറുമായിട്ട് ആര് റിയാക്ട് ചെയ്യില്ല? അയൺ റിയാക്ട് ചെയ്യില്ല. ഓക്കെ അല്ലേ? അപ്പൊ അത് ക്ലിയർ ആയില്ലേ? ഈ Fe3O4 എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? മാഗ്നറ്റൈറ്റ് ആണ് കേട്ടോ. മാഗ്നറ്റൈറ്റ് എന്നാണ് ഈ സാധനത്തിന് നമ്മൾ പറയുക. അയണിന്റെ ഓറാണ് മാഗ്നറ്റൈറ്റ്. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആയില്ലേ? അടുത്തത്, how many carbon dioxide and water molecules will be there in the product side if the following equation is made balanced? നമുക്കൊരു ഇക്വേഷൻ തന്നിട്ടുണ്ട് അല്ലെ. ഈ ഇക്വേഷൻ നമ്മൾ ബാലൻസ് ചെയ്താൽ പ്രോഡക്റ്റിന്റെ സൈഡിൽ എത്ര കാർബൺ ഡയോക്സൈഡ് ആൻഡ് വാട്ടർ മോളിക്യൂൾസ് ഉണ്ടാവും എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മൾ ഇതിനെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് പോവുകയാണ് അല്ലെ. ഓക്കെ, അപ്പൊ ബാലൻസ് ചെയ്യുമ്പോൾ ഇപ്പൊ നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? C2H5OH plus O2 gives CO2 plus H2O എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ നോക്ക്, ഇവിടെ എത്ര ഓക്സിജൻ ഉണ്ട്? 3 ഓക്സിജൻ ഉണ്ട്. ഓക്കെ, ഫൈൻ, അത് ഓക്കെ ആണ്. ഇനി ഞാൻ ചോദിക്കട്ടെ, എത്ര കാർബൺ ഉണ്ട്? 2 കാർബൺ ഉണ്ട് അല്ലെ. പക്ഷെ ഇവിടെ ഒരെണ്ണേ ഉള്ളൂ. അപ്പൊ നമുക്ക് എന്ത് വേണം? ഇവിടെ ഒരു 2 ഇട്ട് കൊടുക്കണം, എന്നാലല്ലേ ഇവിടെ 2 കാർബൺ നമുക്ക് കിട്ടുള്ളൂ. ഓക്കെ, ഇനി എത്ര ഹൈഡ്രജൻ ഉണ്ട്? 6 ഹൈഡ്രജൻ ഉണ്ട്. ഇവിടെ നമുക്ക് 2 എണ്ണം മാത്രമേ കിട്ടിയിട്ടുള്ളൂ അല്ലെ. അപ്പൊ 6 എണ്ണം ആക്കണമെങ്കിൽ ഇവിടെ നമ്മൾ എന്ത് കൊടുക്കണം? 3 കൊടുക്കണം അല്ലെ. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? മൊത്തത്തിൽ ബാലൻസ് ചെയ്യാണ്. ഇവിടെ ഇപ്പൊ എത്ര ഓക്സിജൻ വന്നു? 4 4 1 5 ഓക്സിജൻ നമുക്ക് വന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇപ്പുറത്തെ സൈഡിലേക്ക് നോക്കിയില്ലെങ്കിലും പ്രശ്നമില്ല കേട്ടോ. നമ്മളോട് എന്താണ്? പ്രോഡക്റ്റ് സൈഡത്തെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ബാലൻസ് ചെയ്യണത് ഇത്രയേ ആവശ്യമുള്ളൂ. നമുക്ക് എന്താണ്? കാർബൺ ഡയോക്സൈഡ് 2 എണ്ണവും വാട്ടർ 3 എണ്ണവും കിട്ടും. അപ്പൊ എന്താണ്? 2 and 3 റെസ്പെക്റ്റീവ്ലി ആണ് വരുന്നത്. പക്ഷെ നമ്മൾ എന്ത് വേണം? ഒരു പ്രോപ്പർ കെമിക്കൽ റിയാക്ഷൻ ഇക്വേഷൻ ബാലൻസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ബാലൻസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ കൂടുതൽ വരുന്ന സാധനങ്ങളൊക്കെ ഇവിടെയും കറക്റ്റ് ചെയ്ത് 2 സൈഡും ഒരുപോലെ ബാലൻസ് ചെയ്യാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കണം. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. What was Antony Laurent Lavoisier's most important contribution to chemistry in 1789? 1789 ആന്റണി ലാവോസിയർ കെമിസ്ട്രിയിലേക്ക് ഒരു കോൺട്രിബ്യൂഷൻ തന്നിട്ടുണ്ട്. അതെന്തായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. ഇവിടെ നോക്ക്, അദ്ദേഹം പറഞ്ഞത് എന്താ അറിയാം? അദ്ദേഹം കുറേ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞിട്ടുണ്ട് അല്ലെ. പക്ഷേ 1789 അദ്ദേഹം പ്രപ്പോസ് ചെയ്ത കാര്യം എന്ന് പറയുന്നത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ആണ്. ഓക്കെ, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസിൽ എന്താണ് പറയുന്നത്?
മാസ് ഈസ് നൈദർ ക്രിയേറ്റഡ് നോട്ട് ഡെസ്ട്രോയിഡ് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ. മാസിനെ നമുക്ക് ഒരു സ്റ്റേറ്റിൽ നിന്നും വേറൊരു സ്റ്റേറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. മാസ് പ്രൊഡ്യൂസ് ചെയ്യാനോ ഡെസ്ട്രോയ് ചെയ്യാനോ നമുക്ക് നോർമൽ കണ്ടീഷൻസിൽ ഒന്നും തന്നെ പറ്റില്ല എന്നാണ്, കെമിക്കൽ റിയാക്ഷൻസ് ത്രൂ പറ്റില്ല എന്നാണ് ആര് പറഞ്ഞത്? ആന്റണി ലാവോസിയർ 1789 പറഞ്ഞത്. ഓക്കെ അല്ലേ? ക്ലിയർ ആയില്ല? അത് അദ്ദേഹം എന്തിലാ പറഞ്ഞത്? തിയറി ഓഫ് കമ്പഷനിലാണ് അദ്ദേഹം ഇതിനെക്കുറിച്ച് പറഞ്ഞത് കേട്ടോ. തിയറി ഓഫ് കമ്പഷനിലാണ് അദ്ദേഹം ഈ ഒരു ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസിനെ കുറിച്ച് പറഞ്ഞത്. ക്ലിയർ ആയില്ലേ? മനസ്സിലായല്ലോ അല്ലെ? 18th സെഞ്ചുറിയിലാണ് ഇത് നടന്നത്. ഓക്കെ, അപ്പൊ ആ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, which number is called Avogadro's constant named after the 19th century scientist Amedeo Avogadro? ഓക്കെ, 19th സെഞ്ചുറിയിൽ ഉണ്ടായിരുന്ന ഒരു സയന്റിസ്റ്റ് ആണ് അമീഡിയോ അവഗാഡ്രോ. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിന് ശേഷം നമ്മൾ ഒരു അവഗാഡ്രോസ് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു നമ്പറിനെ നെയിം ചെയ്തു. അത് ഏത് നമ്പർ ആണെന്നാണ് ചോദിക്കുന്നത്. അത് ഏത് നമ്പർ ആണ്? നമുക്ക് എല്ലാവർക്കും അറിയാം, 6.022 into 10⁻23 ആണ് അവഗാഡ്രോസ് കോൺസ്റ്റന്റ് അല്ലെങ്കിൽ അവഗാഡ്രോ നമ്പർ എന്ന് പറയുന്നത്. ഈ അമീഡിയോ അവഗാഡ്രോ എന്ന് പറയുന്നത് ഒരു ഇറ്റാലിയൻ സയന്റിസ്റ്റ് ആണ് കേട്ടോ. ഇറ്റാലിയൻ സയന്റിസ്റ്റ് ആണ്. അദ്ദേഹത്തിന്റെ കാലഘട്ടം എന്ന് പറയുന്നത്, അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടം 1776 മുതൽ 1856 വരെയായിരുന്നു അവഗാഡ്രോ അദ്ദേഹത്തിന്റെ കാലഘട്ടം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ ഒരു അവഗാഡ്രോസ് നമ്പർ എന്താണ് ചെയ്യണത്? അത് നമ്പർ ഓഫ് ആറ്റംസ് നമ്മൾ പറയുക അവഗാഡ്രോസ് നമ്പറിനെ ബേസ് ചെയ്തിട്ടാണ്. അതുപോലെ നമ്പർ ഓഫ് മോളിക്യൂൾസിനെ നമ്മൾ അവഗാഡ്രോസ് നമ്പർ ബേസ് ചെയ്ത് പറയും. അല്ലെങ്കിൽ പാർട്ടിക്കിൾസിനെ നമ്മൾ എന്ത് പറയും? അതിനെല്ലാം നമ്മൾ 1 mole ഓഫ് സബ്സ്റ്റൻസ് എന്നുള്ള രീതിയിൽ നമ്മൾ ഈ ഒരു അവഗാഡ്രോസ് നമ്പർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു പാർട്ടിക്കിൾസ് ആണ് ഇതിനെ പറയുന്നത്. ഓക്കെ, നമ്മളെല്ലാം ഈ ഒരു പാർട്ടിക്കിളിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ ഇത്ര പാർട്ടിക്കിൾസ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇതിനെ പറയുന്നത്. ക്ലിയർ ആയില്ലേ? ഓക്കെ, മനസ്സിലായല്ലോ അല്ലെ? അടുത്തത്, which theory independently introduced in 1923 led to the concept of acid base conjugate pairs? അതായത് 1923 ഒരു തിയറി ഇൻഡിപെൻഡന്റ്ലി ഒരു കാര്യം പ്രപ്പോസ് ചെയ്തു. അതായത് ആസിഡ് ബേസ് ചെയ്തിട്ടുള്ള കോൺജുഗേറ്റ് പെയേഴ്സ് എന്നുള്ള കൺസെപ്റ്റിലേക്ക് കൊണ്ടുവന്ന ഒരു തിയറി ഉണ്ടായിരുന്നു. അത് ഏത് തിയറിയാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അത് ബ്രോൺസ്റ്റഡ് ലോറി തിയറിയാണ്. ഓക്കെ, ബ്രോൺസ്റ്റഡ് ലോറി തിയറി ഓഫ് ആസിഡ്സ് ആൻഡ് ബേസസ് ആണ്. അത് പ്രപ്പോസ് ചെയ്തത് ആരറിയോ? ജോനാസ് നിക്കോളാസ് ബ്രോൺസ്റ്റഡും തോമസ് മാർട്ടിൻ ലൗറിയുമാണ്. ആ തിയറി പ്രപ്പോസ് ചെയ്ത രണ്ടാൾക്കാർ ആരൊക്കെയാണ്? ജോഹാനസ് നിക്കോളാസ് ബ്രോൺസ്റ്റഡും, ഞാൻ പറയുന്നതൊന്ന് എഴുതിയെടുക്കുക കേട്ടോ, ജോഹാനസ് നിക്കോളാസ് ബ്രോൺസ്റ്റഡും തോമസ് മാർട്ടിൻ ലൗറി. ഓക്കെ, ഞാൻ വേണമെച്ചാൽ ഇവിടെ അത് എഴുതാം. ജോഹാനസ് നിക്കോളാസ് ബ്രോൺസ്റ്റഡ്, ഇവരുടെ രണ്ടുപേരുടെയും പേരിൽ നിന്നാണ് ആ തിയറിക്ക് ബ്രോൺസ്റ്റഡ് ലൗറി തിയറി എന്ന് വന്നത് കേട്ടോ. അടുത്ത ആളാരാ? തോമസ് മാർട്ടിൻ ലൗറി. ഓക്കെ, അപ്പം ഇവര് രണ്ടുപേരും കൂടെ ചേർന്നിട്ട് 1923 ഒരു തിയറി, എന്ത് തിയറി ആയിരുന്നു അത്? ബ്രോൺസ്റ്റഡ് ലൗറി തിയറി പ്രപ്പോസ് ചെയ്തു. ആ തിയറിയാണ് ആസിഡ് ബേസ് കോൺജുഗേറ്റ് പാർട്സ് പെയേഴ്സ് എന്നുള്ള ആ ഒരു കൺസെപ്റ്റിലേക്ക് കൊണ്ടുവന്നത്. ഓക്കെ, അപ്പൊ ഈ തിയറിക്കകത്ത് അവർ പറഞ്ഞ മെയിൻ പോയിന്റ്സ് എന്താന്ന് വെച്ചാല്, ആസിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോട്ടോൺ ഡൊണേറ്റ് ചെയ്യുന്ന സബ്സ്റ്റൻസ് ആണ്. ബേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോട്ടോൺ അക്സെപ്റ്റ് ചെയ്യുന്ന സബ്സ്റ്റൻസ് ആണ് എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. ഇനി കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ഒരു ആസിഡ്, ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഒരു ആസിഡ് പ്രോട്ടോൺ ഡൊണേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എന്തായിട്ട് മാറും? ഒരു കോൺജുഗേറ്റ് ബേസ് ആയിട്ട് അതിന്റെ കോൺജുഗേറ്റ് ബേസ് ഫോം ചെയ്യും. ഓക്കെ, ഒരു ആസിഡ് പ്രോട്ടോൺ ഡൊണേറ്റ് ചെയ്താൽ ആ ആസിഡിന്റെ കോൺജുഗേറ്റ് ബേസ് അവിടെ ഫോം ആവും. ഇനി ഒരു ബേസ് പ്രോട്ടോൺ അക്സെപ്റ്റ് ചെയ്താൽ അവിടെ എന്ത് സംഭവിക്കും? അത് അതിന്റെ കോൺജുഗേറ്റ് ആസിഡ് ഫോം ചെയ്യും. അപ്പൊ ആസിഡ് പ്രോട്ടോൺ ഡൊണേറ്റ് ചെയ്താൽ കോൺജുഗേറ്റ് ബേസ് ഫോം ആവും, ബേസ് പ്രോട്ടോൺ അക്സെപ്റ്റ് ചെയ്താൽ കോൺജുഗേറ്റ് ആസിഡ് ഫോം ആവും. ഇതാണ് ആസിഡ് ബേസ് കോൺജുഗേറ്റ് പെയേഴ്സിൽ ആര് പറഞ്ഞത്? ബ്രോൺസ്റ്റഡ് ലൗറി തിയറി അത് പ്രപ്പോസ് ചെയ്തത് 1923 അവരത് പ്രപ്പോസ് ചെയ്തത്. ഓക്കെ, മനസ്സിലായില്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ,
which substance is commonly used as an acid base indicator which turns red in acidic solutions and blue in basic solutions? നമുക്കറിയാം അല്ലെ, ആസിഡ് ബേസ് ഇൻഡിക്കേറ്റർ, അതായത് അസിഡിക് സൊല്യൂഷനിൽ വെക്കുമ്പോൾ റെഡ് ആവുന്നതും ബേസിക് സൊല്യൂഷനിൽ വെക്കുമ്പോൾ അത് ബ്ലൂ ആവുന്നതും ആരാണ്? ലിറ്റ്മസ് പേപ്പർ ആണ് അല്ലെ. ലിറ്റ്മസ് പേപ്പറിനാണ് ആ ഒരു കണ്ടീഷൻ ഉള്ളത്. ലിറ്റ്മസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു നാച്ചുറൽ ഡൈ ആണ് അല്ലെ, നാച്ചുറൽ ഡൈ ആണ്. അത് എക്സ്ട്രാക്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്? ലിറ്റൻ എന്ന് പറയുന്ന ആ ഒരു ഓർഗാനിക് സബ്സ്റ്റൻസിൽ നിന്നാണ് നമ്മൾ ലിറ്റ്മസ് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ അസിഡിക് സൊല്യൂഷൻ ആണ് വെക്കുന്നത് എന്നുണ്ടെങ്കിൽ ലിറ്റ്മസിന് എന്ത് സംഭവിക്കും? ബ്ലൂ ലിറ്റ്മസ് റെഡ് ആയിട്ട് മാറും. ആൽക്കലൈൻ സൊല്യൂഷൻ അല്ലെങ്കിൽ ബേസിക് സൊല്യൂഷനിലാണെന്നുണ്ടെങ്കിൽ ലിറ്റ്മസിന് എന്ത് സംഭവിക്കും? അവർ ബ്ലൂ കളറായിട്ട് മാറും. ഓക്കെ, നമ്മൾ ക്യുക്ക് ആയിട്ടുള്ള pH ടെസ്റ്റിങ്ങിനൊക്കെയാണ് എന്ത് യൂസ് ചെയ്യുന്നത്? ലിറ്റ്മസ് പേപ്പർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത് മാത്രമല്ലാണ്ട് നമുക്ക് വേറെ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട് കേട്ടോ. നമുക്ക് അറിയാവുന്നത് തന്നെയാണ് ഫിനോഫ്തലിൻ, മീഥൈൽ ഓറഞ്ച്, ബ്രോമോതൈമോൾ ബ്ലൂ. ഇങ്ങനെ കൂടുതലായിട്ട് ഫിനോഫ്തലിനും മീഥൈൽ ഓറഞ്ചും ആണ് നമ്മൾ യൂസ് ചെയ്യാറ്. അതോടൊപ്പം തന്നെ ഉള്ളതാണ് ബ്രോമോതൈമോൾ ബ്ലൂ എന്നുള്ള ഒരു ഇൻഡിക്കേറ്റർ കൂടെ. ഓക്കെ, അപ്പൊ ക്യുക്ക് ആയിട്ടുള്ളതിനെ യൂസ് ചെയ്യുന്ന ഇൻഡിക്കേറ്റർ ആണ് ലിറ്റ്മസ് പേപ്പർ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ അല്ലെ? അടുത്തത് നമുക്ക് ബേസിസിറ്റിയുടെ കറക്റ്റ് ഓർഡർ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നോക്കിക്കോ, ഇവിടെ എങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്? ഇവിടെ വന്നിട്ട് നമുക്ക് ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഓർഡർ എന്ന് പറയുന്നത്. ഓക്കെ, കാരണം ഇവിടെ സ്ട്രോങ്ങസ്റ്റ് ബേസ് ഈ CSOH ആണ്. കാരണം എന്താണെന്നറിയോ? CS+ എന്താണ്? ലാർജസ്റ്റ് ആണ്. മാക്സിമം അയണൈസേഷൻ അവിടെ സംഭവിക്കും. ഓക്കെ, അപ്പം ഏറ്റവും ഈ ഒരു ഓർഡറിലാണ് നമുക്ക് ആ ഒരു ബേസിസിറ്റി വരുന്നത്. ഓക്കെ, ക്ലിയർ ആയില്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, ഏറ്റവും അസിഡിക് ആയിട്ടുള്ളത് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, നമുക്ക് തന്നിട്ടുള്ളതിൽ ഏറ്റവും അസിഡിക് ഏതാണ് എന്നുള്ള കാര്യമാണ് ചോദിക്കുന്നത്. അപ്പം ഇതിനകത്ത് ഇത് ഫോർമിക് ആസിഡ് ആണ് കേട്ടോ. ഫോർമിക് ആസിഡ് ആണ് അസിഡിറ്റി ഏറ്റവും അസിഡിക്ക് കൂടുതലുള്ളത്. ഓക്കെ, കാർബോളിക് ആസിഡ്സ് ആണ്, കാർബോക്സിലിക് ആസിഡ്സ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇതിനകത്ത് ഏറ്റവും അസിഡിക് ആയിട്ടുള്ളത് ഫോർമിക് ആസിഡ് ആണ്. അപ്പം ഇതിന്റെ അതെന്തുകൊണ്ടാണ് കൂടുതൽ അസിഡിക് എന്ന് ചോദിച്ചാല് അതിനകത്ത് ആൽക്കൈൽ ഗ്രൂപ്പ് ഒന്നും തന്നെ ഇല്ല അല്ലെ. നോക്കി, ഇതിനകത്ത് ആൽക്കൈൽ ഗ്രൂപ്പ് ഒന്നും തന്നെ ഇല്ല. ആൽക്കൈൽ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും? അസിഡിറ്റി നമുക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. സോ ഇവിടെ നമുക്ക് ആൽക്കൈൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? CH3 C2H5 അങ്ങനത്തെ കാര്യങ്ങളാണ് അല്ലെ ആൽക്കൈൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ അങ്ങനെ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ എന്താണ് നമുക്ക് അവിടെ അതിന്റെ അസിഡിറ്റി റെഡ്യൂസ് ചെയ്യാൻ ആരും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇതിലുള്ളതിൽ ഏറ്റവും അസിഡിക് ആയിട്ടുള്ളത് ആരാണ്? ഫോർമിക് ആസിഡ് ആണ് ഏറ്റവും അസിഡിക് ആയിട്ടുള്ള ആള്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, why does the milkman add a very small amount of baking soda to fresh milk? പ്യൂർ ആയിട്ടുള്ള മിൽക്കിലേക്ക് അല്ലെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള മിൽക്കിലേക്ക് ബേക്കിംഗ് സോഡ ആഡ് ചെയ്യാറുണ്ട്. ഓക്കെ, ചെറിയൊരു എമൗണ്ടിൽ ബേക്കിംഗ് സോഡ ആഡ് ചെയ്യാറുണ്ട്. അത് എന്തിനാണ് ചെയ്യണത് എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് ഈ ബേക്കിംഗ് സോഡ ആഡ് ചെയ്യുന്നതിന്റെ പുറകിലുള്ള റീസൺ എന്ന് ചോദിച്ചാല്, ഓക്കെ, ബേക്കിംഗ് സോഡ ആഡ് ചെയ്യുന്നതിന്റെ പുറകിലുള്ള റീസൺ എന്ന് ചോദിച്ചാല് നമുക്കറിയാം മിൽക്കിന്റെ pH എന്ന് പറയുന്നത്, അതായത് മിൽക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു എന്താ പറയാ അസിഡിക് ആയിട്ടുള്ള ഒരെണ്ണാണ് അല്ലെ. കാരണം എന്താണ്? 6 ആണ് മിൽക്കിന്റെ pH എന്ന് പറയുന്നത്. 6 ആണ് മിൽക്കിന്റെ pH എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബേക്കിംഗ് സോഡ ആഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും, ബേക്കിംഗ് സോഡ എന്ന് പറഞ്ഞാൽ എന്താണ്? സോഡിയം ബൈകാർബണേറ്റ് ആണ്. ഓക്കെ, അപ്പൊ പെട്ടെന്ന് നശിച്ചു പോവാതിരിക്കാനാണ് ഒരു കാരണം. പിന്നെ അത് എങ്ങനെയാണ് നശിച്ചു പോവാതിരിക്കണേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ബേക്കിംഗ് സോഡ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ pH ചെറുതായിട്ടൊന്ന് ഇൻക്രീസ് ആവും. ഓക്കെ, എന്നിട്ട് എന്ത് സംഭവിക്കും? അത് ഒരു ചെറുതായിട്ടൊന്ന് ആൽക്കലൈൻ ആയിട്ട് മാറും. ഓക്കെ, മിൽക്ക് എന്തായിട്ട് മാറും? ആൽക്കലൈൻ ആയിട്ട് മാറും. അങ്ങനെ ആൽക്കലൈൻ ആയിട്ട് മാറുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നറിയോ? അതിനകത്ത് ഉണ്ടാവുന്ന ബാക്ടീരിയൽ ഗ്രോത്ത് ചെറുതായിട്ടൊന്ന് റെഡ്യൂസ് ആവും. അപ്പൊ സ്പോയിലേജ് നമുക്ക് ഡിലേ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ബേക്കിംഗ് സോഡ യൂസ് ചെയ്യുന്നത്. അപ്പൊ pH ഇൻക്രീസ് ചെയ്തിട്ട് സ്ലൈറ്റ്ലി ആൽക്കലൈൻ ആയിട്ട് മാറും. ആൽക്കലൈൻ ആയി മാറുമ്പം അവിടെ എന്താ സംഭവിക്കുന്നത്?
അവിടെ സംഭവിക്കുന്ന കാര്യം എന്താണ് എന്ന് ചോദിക്കും. അവിടെ സംഭവിക്കുന്നത് ബാക്ടീരിയയുടെ ഗ്രോത്ത് ഒന്ന് സ്ലോ ഡൗൺ ചെയ്തിട്ട് സ്പോയിലേജ് പെട്ടെന്ന് പ്രിവെന്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഈ ഒരു പരിപാടി ചെയ്യണത്. അപ്പൊ ഇത് ഒരു നോർമൽ പ്രോസസ് അല്ല, ഇത് നമുക്ക് എൻകറേജ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോസസ് അല്ല. എന്നാലും എന്തിനാണ് ഇത് ചെയ്യണത് എന്ന് ചോദിച്ചു കഴിഞ്ഞാലുള്ള റീസൺ ആണ് നമ്മൾ ഈ പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Which acid is used as a souring agent added to vinegar, pickled vegetables and sauces and as a raw material for seasoning? നമ്മൾ ഒരു ആസിഡ്, നമ്മൾ ആസിഡ്സിന്റെ കേസ് പഠിച്ചപ്പോൾ അവിടെ പഠിച്ചിട്ടുണ്ട്. ഒരു ആസിഡ് നമ്മൾ എന്ത് ചെയ്യും, സോറിങ് ഏജന്റ് ആയിട്ട് വിനീഗറിൽ, അതുപോലെ അച്ചാറിടുന്ന വെജിറ്റബിൾസിൽ, അതുപോലെ സോസില്, പിന്നെ അതുപോലെ സീസണിങ്ങിന് റോ മെറ്റീരിയൽ ആയിട്ടൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ആസിഡ് ഉണ്ട്. അത് ഏത് ആസിഡ് ആണെന്നാണ് ചോദിക്കുന്നത്. അത് ഏത് ആസിഡ് ആണ്? അസറ്റിക് ആസിഡ് ആണ് അല്ലെ. നമ്മൾ എല്ലായിടത്തും യൂസ് ചെയ്യണത് ആരാണ്? അസറ്റിക് ആസിഡ് ആണ്. അപ്പം അത് വിനീഗറിന്റെ ഒരു ടേസ്റ്റ് നമുക്കറിയാലേ, ഒരു പ്രത്യേകതരമായിട്ടുള്ള ഒരു ടേസ്റ്റ് ആണ്. ആ ടേസ്റ്റ് കൊടുക്കുന്നത് ആരാണ്? ഈ ഒരു അസറ്റിക് ആസിഡ് ആണ് ഇത് കൊടുക്കുന്നത്. നോർമലി നമ്മൾ അസറ്റിക് ആസിഡ് യൂസ് ചെയ്യുന്നത് എന്തിനാണ്? ഫുഡ് പ്രിസർവേഷൻ ആണ്. ഓക്കെ, ഫുഡ് പ്രിസർവേഷനും അതുപോലെ സീസണിങ്ങിനും ഒക്കെയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? അസറ്റിക് ആസിഡ് യൂസ് ചെയ്യണത്. ഓക്കെ അല്ലേ? അപ്പൊ അത് ക്ലിയർ ആയില്ലേ? ആ ക്വസ്റ്റ്യനും അതിന്റെ ആൻസറും പ്രോപ്പർ ആയിട്ട് ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. In the context of periodicity, a unit called picometer is used to measure. Picometer നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്നാണ് ചോദിക്കുന്നത്. അറ്റോമിക് റേഡിയസ് മെഷർ ചെയ്യാനായിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? പൈക്കോമീറ്റർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ 1 പൈക്കോമീറ്റർ എന്ന് പറഞ്ഞാൽ 10⁻⁻12 മീറ്റർ ആണ്. മനസ്സിലായില്ലേ? ഓക്കെ, അതായത് നമ്മൾ അറ്റോമിക് റേഡിയസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെന്ററിലുള്ള ന്യൂക്ലിയസിൽ നിന്ന് ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺ വരെയുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അറ്റോമിക് റേഡിയസ് എന്ന് പറയുന്നത്. അറ്റോമിക് റേഡിയസ് മെഷർ ചെയ്യുന്ന യൂണിറ്റ് പൈക്കോമീറ്റർ ആണ്. ഒരു പൈക്കോമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? 10⁻⁻12 മീറ്റർ ആണ്. ഓക്കെ അല്ലേ? അത് ക്ലിയർ ആയില്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. In which musical note did Newland put the metals cobalt and nickel with halogens? Okay, അതായത് ന്യൂലാൻഡ് ഒരു മ്യൂസിക്കൽ നോട്ടിന്റെ ബേസിലാണ് എന്ത് ചെയ്തത്? ന്യൂലാൻഡ്സ് ലോ ഓഫ് ഒക്ടേവ്സ് എന്നൊക്കെ പണ്ട് നമുക്ക് അറിയാല്ലേ. അദ്ദേഹം നമ്മൾ മെന്റലീവ് ചെയ്ത പോലെ എന്തല്ല ചെയ്തിരിക്കുന്നത്? അറ്റോമിക് നമ്പറിന്റെ ബേസിൽ ആയിരുന്നില്ല അവിടെ ചെയ്തത്, ട്രയാഡ്സ് ആയിരുന്നു അല്ലെ. ന്യൂലാൻഡ്സ് ലോ ഓഫ് ഒക്ടേവ്സ് എന്ന് പറഞ്ഞാൽ ട്രയാഡ്സ് ആണ്. 3 എലമെന്റ്സ് ഒരുമിച്ച് ചേർത്തിട്ടാണ് ന്യൂലാൻഡ് ചെയ്തത്. അപ്പൊ അദ്ദേഹം അവിടെ ചെയ്തത് എന്തായിരുന്നു എന്നാണ് പറയുന്നത്? അദ്ദേഹം ചെയ്ത ആ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കൊബാൾട്ടിനെയും നിക്കലിനെയും അദ്ദേഹം ഡോ എന്ന് പറയുന്ന DO മ്യൂസിക്കൽ നോട്ടിന്റെ അണ്ടറിലാണ് കൊണ്ടുവച്ചത്. ഓക്കെ, എന്തിന്റെ ഒപ്പം അറിയോ വെച്ചത്? ഹാലജൻസിന്റെ ഗ്രൂപ്പിൽ, അതായത് ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ അവരുടെ കൂട്ടത്തിലാണ് എന്തിനേയും വെച്ചത്? കൊബാൾട്ടിനെയും നിക്കലിനെയും വെച്ചത്. ഈ ഒരു മിസ്പ്ലേസ്മെന്റ് ഉണ്ടാവാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ന്യൂലാൻഡ്സ് എലമെന്റിനെ അറ്റോമിക് വെയിറ്റിന്റെ ബേസിലാണ്, ഇൻക്രീസിങ് അറ്റോമിക് വെയിറ്റിന്റെ ബേസിലാണ് എന്ത് ചെയ്തത്? അറേഞ്ച് ചെയ്ത് വെച്ചത്. അപ്പൊ ഇങ്ങനെ അറേഞ്ച് ചെയ്യുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അവരുടെ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഒന്നും തന്നെ ഒരുപോലെ ആവാനുള്ള ചാൻസ് വളരെ കുറവാണ്. അദ്ദേഹം എന്ത് ചെയ്തില്ല? ഈ ഒരു കെമിക്കൽ പ്രോപ്പർട്ടീസിനെ ഒന്നും തന്നെ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അറ്റോമിക് വെയിറ്റിനെ മാത്രം കൺസിഡർ ചെയ്തിട്ടാണ് അറേഞ്ച്മെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ലൈറ്റർ എലമെന്റ്സിനൊക്കെ ഓക്കെ ആയിരുന്നു. ഓക്കെ, ലൈറ്റർ എലമെന്റ്സിനെല്ലാം അത്യാവശ്യം ഓക്കെ ആയിട്ടുള്ള രീതിയിലായിരുന്നു ന്യൂലാൻഡ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഹെവിയർ എലമെന്റ്സിലേക്ക് എത്തുമ്പോൾ എന്തു പറ്റി? അത് നോൺ മെറ്റൽസ് അങ്ങനത്തെ ഗ്രൂപ്പിങ്ങിലൊക്കെ പ്രോപ്പർ ആയിട്ട് വർക്ക്ഔട്ട് ആവാതെ പോവുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് ന്യൂലാൻഡ്സ് ലോ ഓഫ് ഒക്ടേവ്സ് എന്ത് പറ്റിയില്ല? നല്ല രീതിയിൽ അക്സെപ്റ്റൻസ് അല്ലെങ്കിൽ അതിനെ മറികടന്ന് എന്ത് വന്നത്? നമ്മൾ മെന്റലീവിന്റെ പീരിയോഡിക് ടേബിളിനെ അല്ലെങ്കിൽ മോസ്ലിയുടെ പീരിയോഡിക് ടേബിളൊക്കെ നമ്മൾ ഓക്കെ ആണ് എന്ന് പറഞ്ഞത് ഈ ഒരു പ്രശ്നം അവിടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ്. ഓക്കെ ആയില്ലേ? അപ്പൊ ന്യൂലാൻഡ് എന്തിന്റെ ബേസിലാണ്? DO എന്ന് പറയുന്ന ആ ഒരു മ്യൂസിക്കൽ നോട്ടിലാണ് കൊബാൾട്ട്, നിക്കൽ ഒക്കെ ഹാലജൻസുമായിട്ട് വെച്ചത്. ഓക്കെ, മെറ്റൽസിനെ ഹാലജൻസുമായിട്ടായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. അടുത്തത്. According to Mendeley's periodic table, which elements properties matched up remarkably well with eka silicon?
ഏക സിലിക്കൺ എന്ന് പറയുന്ന, അതായത് മെന്റലീവ് എല്ലാ എലമെന്റ്സും മെന്റലീവ് അല്ല കണ്ടുപിടിച്ചത് അല്ലെ. മെന്റലീവ് എന്ത് ചെയ്തു, കുറെ അധികം എലമെന്റ്സിന്റെ എക്സിസ്റ്റൻസ് പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിലൊരു എക്സിസ്റ്റൻസ് ആയിരുന്നു ഏക സിലിക്കൺ എന്ന് പറയുന്നത്. ഓക്കെ, അതിന്റെ എക്സിസ്റ്റൻസ് മെന്റലീവ് പ്രെഡിക്റ്റ് ചെയ്തത് പിന്നീട് എന്തായിട്ടാ മാറിയത്, ജെർമേനിയം എന്ന് പറയുന്ന GE ആ ഒരു എലമെന്റിന്റെ എക്സിസ്റ്റൻസ് പ്രെഡിക്റ്റ് ചെയ്തതാണ് ഏക സിലിക്കൺ എന്ന് പറയുന്നത്. ഓക്കെ, അദ്ദേഹം പറഞ്ഞ ആ ഒരു പ്രോപ്പർട്ടീസ് മാച്ച് ചെയ്തത് ആരുമായിട്ടാണ്, ജെർമേനിയവുമായിട്ടാണ് മാച്ച് ചെയ്തത്. ഓക്കെ അല്ലേ. 1869 മെന്റലീവ് ഈ ഒരു പ്രെഡിക്ഷൻ നടത്തിയത്. ഓക്കെ, ദെൻ എപ്പോഴാണ് ഈ ഒരു ജെർമേനിയം ഡിസ്കവർ ചെയ്തത്, 1886 ആരറിയോ ഡിസ്കവർ ചെയ്തത്, ക്ലെമൻസ് വിങ്ക്ലർ ആണ്. ഓക്കെ, ക്ലെമൻസ് വിങ്ക്ലർ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് ജെർമേനിയം ഡിസ്കവർ ചെയ്തത്. 1869 മെന്റലീവ് അതിന്റെ പ്രസൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിനൊരു പേരും കൊടുത്തു ഏക സിലിക്കൺ. ഓക്കെ, ക്ലിയർ ആയില്ലേ. അദ്ദേഹം പറഞ്ഞ പ്രോപ്പർട്ടീസ് ഒക്കെ ഓക്കെ ആയിട്ട് വന്നത് ജെർമേനിയം ആയിരുന്നു. അപ്പൊ അത് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അടുത്തത്, AU is the symbol for which of the following elements? AU എന്ന് പറയുന്നത് എന്തിന്റെ സിമ്പൽ ആണ്, ഗോൾഡിന്റെ സിമ്പൽ ആണ് AU എന്ന് പറയുന്നത്. ഓക്കെ, ഓറം എന്ന് പറയുന്ന ലാറ്റിൻ വേർഡിൽ നിന്നാണ് നമ്മൾ ഗോൾഡിന് AU എന്ന് പറഞ്ഞത്. ഓറം എന്ന് പറഞ്ഞാൽ എന്താണ്, ഷൈനിങ് ഡോൺ എന്നാണ് അതിന്റെ അർത്ഥം. ഷൈനിങ് ഡോൺ എന്നാണ് ഓറം എന്നുള്ള വേർഡിന്റെ അർത്ഥം. ആ ഒരു ലാറ്റിൻ വേർഡിൽ നിന്നാണ് ഗോൾഡിന്റെ സിമ്പൽ ആയിട്ടുള്ള AU നമ്മൾ കൊണ്ടുവന്നത്. ഇനി ട്രാൻസിഷൻ എലമെന്റ്സ് ആർ ദ എലമെന്റ്സ് that are found in groups 3 to 12 of the modern periodic table that constitute the എന്താണ്, ഡി ബ്ലോക്ക് എലമെന്റ്സ് ആണ് അല്ലെ. ട്രാൻസിഷൻ എലമെന്റ്സ് എന്താണ്, ഡി ബ്ലോക്ക് എലമെന്റ്സ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എന്താണ് ഈ F ബ്ലോക്ക്, ഡി ബ്ലോക്ക്, P ബ്ലോക്ക്, S ബ്ലോക്ക് എന്നൊക്കെ പറയുന്നത്? ഇതെന്താണ് ശരിക്കും പറഞ്ഞാല്, ഇത് ഓർബിറ്റൽസ്, സബ്ഷെൽ ആണ് അല്ലെ SPDF എന്ന് പറയുന്നത്. അപ്പൊ ഇപ്പം S ബ്ലോക്ക് ആണെന്നുണ്ടെങ്കിൽ എന്താണ്, S ബ്ലോക്ക് വരെ, S ഓർബിറ്റൽസ് വരെ ഫില്ല് ചെയ്യുന്ന എലമെന്റ്സ്, അത്രയും ഇലക്ട്രോൺസ് ഉള്ള എലമെന്റ്സിനെയാണ് നമ്മൾ S ബ്ലോക്കിൽ കൊടുത്തിരിക്കുന്നത്. അത് ഫസ്റ്റ് വരുന്നതാണ് അല്ലെ. ആദ്യത്തെ 1-2 ഗ്രൂപ്പിൽ വരുന്നതാണ് S ബ്ലോക്കിൽ വരുന്നത്. പിന്നീട് വരുന്നതാണ് P ബ്ലോക്ക് എന്ന് പറയുന്നത്. P ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ P ഓർബിറ്റൽസ് വരെ ഫില്ല് ആവുന്നതാണ്. ദെൻ D ബ്ലോക്ക് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, D ഓർബിറ്റൽ വരെ ഫില്ല് ആവുന്ന ഇലക്ട്രോൺസ് ഉള്ള അത്രയും എലമെന്റ്സ് ചേരുന്ന ആ ഒരു ബ്ലോക്കിനെയാണ്, അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, D ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുന്നത്. ട്രാൻസിഷൻ എലമെന്റ്സ് എന്തിൽ വരുന്നതാണ്, D ബ്ലോക്കിൽ വരുന്നതാണ് ട്രാൻസിഷൻ എലമെന്റ്സ്. ഓക്കെ, ക്ലിയർ ആയില്ലേ. അടുത്ത ക്വസ്റ്റ്യൻ, which of the following is not a halogen gas? ഹാലജൻ ഗ്യാസ് അല്ലാത്തത് ഏതാണ്? ഹാലജൻസ് ഏതാണെന്ന് അപ്പൊ നമുക്ക് ആദ്യം അറിയണം അല്ലെ. ഫ്ലൂറിൻ, ഹാലജനിലെ ഒരെണ്ണം ഫ്ലൂറിൻ ആണ്. ക്ലോറിൻ, പിന്നേതാ ബ്രോമിൻ, ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, പിന്നെന്താ അസ്റ്റാറ്റൈൻ, പിന്നെ ഒരു സിന്തറ്റിക് എലമെന്റ് ഉണ്ട് ടെന്നസൈൻ. ഓക്കെ, ടെന്നസൈൻ എന്ന് പറയുന്ന ഒരു സിന്തറ്റിക് എലമെന്റ് കൂടെ ചേർന്നിട്ടുള്ള ഇത്രയും, ഈ 6 എണ്ണമാണ് എന്തെന്ന് പറയുന്നത്, ഹാലജൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഹാലജൻ അല്ലാത്ത ആളാരാണ്, ഹീലിയം ആണ് ഹാലജൻ അല്ലാത്തത്. ഓക്കെ, ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, അസ്റ്റാറ്റിൻ, ടെന്നസൈൻ, ഇത്രയുമാണ് ഹാലജൻസിൽ വരുന്നത്. അതിനകത്ത് ടെന്നസൈൻ എന്താണ്, സിന്തറ്റിക് എലമെന്റ് ആണ്. ഓക്കെ, മാൻമെയ്ഡ് എലമെന്റ് അല്ലെങ്കിൽ സിന്തറ്റിക് എലമെന്റ് ആണ് ടെന്നസൈൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയില്ലേ. അടുത്തത്, ഐഡന്റിഫൈ എ മോണോ അറ്റോമിക് മോളിക്യൂൾ. മോണോ അറ്റോമിക് മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, സിംഗിൾ ആറ്റം ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു സ്റ്റെബിലിറ്റി സിംഗിൾ ആറ്റം ആയിട്ട് തന്നെ ഉള്ള ടൈപ്പ് ഓഫ് മോളിക്യൂളിനെയാണ് നമ്മൾ മോണോ അറ്റോമിക് മോളിക്യൂൾ എന്ന് പറയുന്നത്. ഇവിടെ അത് ഹീലിയം ആണ്. കാർബൺ മോണോക്സൈഡ് എന്ന് പറഞ്ഞാൽ CO ആയിട്ടാണ് ഇരിക്കുന്നത്. ക്ലോറിൻ ആണെങ്കിൽ എന്താണ്, Cl2 ആണ്. ഓക്സിജൻ ആണെങ്കിൽ O2 ആയിട്ടാണ് ഇരിക്കുക. ഹീലിയം എങ്ങനെയായിരിക്കുന്നത്, He ആയിട്ട് തന്നെയാണ് ഹീലിയം ഇരിക്കുന്നത്. ഹീലിയം അല്ലാതെ ഇനിയും ഉണ്ട് മോണോ അറ്റോമിക് മോളിക്യൂൾസ്. മോണോ അറ്റോമിക് മോളിക്യൂൾസിൽ വരുന്നത് ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റൺ, സെനോൺ, റഡോൺ. അതായത് ഇനർട്ട് ഗ്യാസസ് എല്ലാം എന്ത് തന്നെയാണ്, മോണോ അറ്റോമിക് മോളിക്യൂൾ ആയിട്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, അതായത് നോബിൾ ഗ്യാസസ് അല്ലെങ്കിൽ ഇനർട്ട് ഗ്യാസസ് എല്ലാം എന്താണ്, മോണോ അറ്റോമിക് മോളിക്യൂൾ ഫോമിലാണ് എക്സിസ്റ്റ് ചെയ്ത് ഇരിക്കുന്നത്. ക്ലിയർ ആയില്ലേ. അടുത്തത്,
ആസ് പെർ മെന്റലീവ്സ് പ്രഡിക്ഷൻ അറ്റോമിക് മാസ് ഓഫ് ഏക അലുമിനിയം. മെന്റലീവ് രണ്ട് പ്രഡിക്ഷൻ ആണ് നടത്തിയത്, ഏക സിലിക്കൺ ആൻഡ് ഏക അലുമിനിയം. ഓക്കെ, ഏക സിലിക്കൺ ആണ് ജെർമേനിയം. ഇനി ഏക അലുമിനിയത്തിന്റെ അറ്റോമിക് മാസ് മെന്റലീവ് പ്രഡിക്റ്റ് ചെയ്തത് 68 ആണ്. ഓക്കെ, അത് എന്തായിരുന്നു? ഏക അലുമിനിയം എന്ന് പറഞ്ഞാൽ പിന്നീട് ഗേലിയം ആയിരുന്നു. ഓക്കെ, ഗേലിയം ആയിരുന്നു ആ ഒരു എലമെന്റ് എന്ന് പറയുന്നത്. അത് ആരാ കണ്ടുപിടിച്ചത്? 1875 പോൾ എമിൽ ലീകോക്ക് ഡി ബോയ്സ്ബോർഡ്രൻ അദ്ദേഹമാണ് കണ്ടുപിടിച്ചത്. പോൾ എമിൽ എന്ന് നമ്മൾ നോക്കിയാൽ മതി. ഗേലിയം 1875 പോൾ എമിൽ ആണ് കണ്ടുപിടിച്ചത്. ഓക്കെ, അതിന്റെ വെയിറ്റ് ഏകദേശം അറ്റോമിക് വെയിറ്റ് എന്തായിരുന്നു? 69.72 ആയിരുന്നു. ഏകദേശം എന്താണ്? മെന്റലീവ് പറഞ്ഞ പ്രഡിക്ഷനോട് അടുത്ത് നിൽക്കുന്ന അറ്റോമിക് മാസ് തന്നെ ആയിരുന്നു അദ്ദേഹം കണ്ടുപിടിച്ച ഗേലിയത്തിനും ഉണ്ടായിരുന്നത്. അപ്പൊ മെന്റലീവ് പ്രഡിക്റ്റ് ചെയ്ത ഏക അലുമിനിയത്തിന്റെ അറ്റോമിക് മാസ് 68 ആയിരുന്നു. ആ മെന്റലീവ് പറഞ്ഞ ഏക അലുമിനിയവുമായിട്ട് പിന്നീട് ഡിസ്കവർ ചെയ്ത ഗേലിയത്തിനാണ് കൂടുതൽ സിമിലാരിറ്റീസ് വന്നത്. 1875 പോൾ എമിൽ ആണ് ഗേലിയം കണ്ടുപിടിച്ചത്. അതിന്റെ അറ്റോമിക് വെയിറ്റ് എത്രയാണ്? 69.72 ആണ് ഗേലിയത്തിന്റെ അറ്റോമിക് വെയിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോറി, അറ്റോമിക് മാസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ അല്ലെ? അടുത്ത ക്വസ്റ്റ്യൻ, ന്യൂലാൻഡ്സ് ഒക്ടേവ്സിൽ നമ്മൾ ലിഥിയം സോഡിയം ഒരുപോലെ കാണാൻ പറ്റും. ഏതൊക്കെയാണ് ഒരുപോലെ എന്ന് ചോദിച്ചാൽ ലിഥിയം ആൻഡ് സോഡിയം ആണ് ഒരുപോലെയുള്ളത്. അപ്പം ഇദ്ദേഹം എങ്ങനെയാണ് ഈ ഒരു അറേഞ്ച്മെന്റ് ചെയ്തത് എന്നറിയോ? അദ്ദേഹം ചെയ്തത് അറ്റോമിക് മാസിന്റെ ഇൻക്രീസ് ചെയ്യണ ബേസ് ചെയ്തിട്ടാണ്. എലമെന്റ്സിന്റെ അറ്റോമിക് മാസ് ഇൻക്രീസ് ചെയ്യുന്നത് ബേസ് ചെയ്തിട്ടാണ് ന്യൂലാൻഡ്സ് ഒക്ടേവ്സ് അവിടെ ഫോം ചെയ്തത്. അവിടെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ മ്യൂസിക്കൽ ഒക്ടേവ്സ് നമ്മൾ പറയാനുള്ള കാരണം എന്താണെന്നറിയോ? ഓരോ 8th നോട്ടും ഫസ്റ്റ് വണ്ണിനെ എന്ത് ചെയ്യുന്നതാണ്? റിസംബിൾ ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ്. ഓക്കെ, ഓരോ 8th നോട്ടും എന്താണ്? ഫസ്റ്റ് വണ്ണിനെ റിസംബിൾ ചെയ്യുന്ന രീതിയിലാണ് ന്യൂലാൻഡ് എലമെന്റ്സിനെ അറേഞ്ച് ചെയ്തത്. അപ്പം ലിഥിയം ആൻഡ് സോഡിയം എന്തായിട്ട് വന്നു? ഒരുപോലെ തന്നെ വന്നു. കാരണം അവര് സിമിലർ കെമിക്കൽ ബിഹേവിയർ ആണ് എക്സിബിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ ആയല്ലോ അല്ലെ? അടുത്തത്, to which group do the alkaline earth metals such as radium, barium and strontium belong? റേഡിയം, ബേരിയം, സ്ട്രോൺഷ്യം ഒക്കെ ഏത് ഗ്രൂപ്പിലാണ് ഇരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 2A ഇരിക്കുന്നത്. ഓക്കെ, ഗ്രൂപ്പ് 2A ആരിയിരിക്കുന്നത്? റേഡിയം, ബേരിയം, സ്ട്രോൺഷ്യം. ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് ആണ്. ഗ്രൂപ്പ് 2 മെറ്റൽസ് ആണ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് മനസ്സിലായില്ലേ? ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് എന്താണ് എന്നുള്ള കാര്യം. ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? 2 വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ടാവും അല്ലെ? 2 വാലൻസ് ഇലക്ട്രോൺസ് ആണ് അവർക്ക് ഉണ്ടാവുന്നത്. പിന്നെന്താണ്? ഹൈലി റിയാക്റ്റീവ് ആണ്. ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ളതാണ്. പിന്നെന്താണ്? ആൽക്കലി മെറ്റൽസിനേക്കാളും കുറവായിരിക്കും. പക്ഷെ എന്താണ്? അവർ ഹൈലി റിയാക്റ്റീവ് തന്നെയായിരിക്കും. ഓക്സിജനുമായിട്ടും വാട്ടറുമായിട്ടും റിയാക്ട് ചെയ്യും. ഓക്സിജനുമായിട്ടും വാട്ടറുമായിട്ടും റിയാക്ട് ചെയ്തിട്ട് എന്ത് ഫോം ചെയ്യും? ഓക്സൈഡ്സും ഹൈഡ്രോക്സൈഡ്സും ഫോം ചെയ്യാനുള്ള കപ്പാസിറ്റി ആർക്കുണ്ട്? ആൽക്കലൈൻ എർത്ത് മെറ്റൽസിനുണ്ട്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസിനെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, identify the naturally occurring aluminum oxide mineral that usually forms hexagonal barrel shaped prisms. അതായത് ഒരു അലുമിനിയം ഓക്സൈഡ് മിനറൽ ആണ്. നോർമലി അത് നമുക്ക് കാണാൻ പറ്റുന്നത് ഹെക്സഗണൽ ബാരൽ ഷേപ്ഡ് പ്രിസംസ് ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. ഏതാ അറിയോ? അത് കൊറണ്ടം ആണ്. ഓക്കെ, കൊറണ്ടം ആണ്. Al2O3 ആണ് അലുമിനിയം ഓക്സൈഡ്. Al2O3 ആണ്. അത് ബാരൽ ഷേപ്ഡ് പ്രിസം ആയിട്ടാണ് നിൽക്കുന്നത്. അതിന്റെ ക്രിസ്റ്റൽ സിസ്റ്റം എന്ന് പറയുന്നത് ഹെക്സഗണൽ ആണ്. ഓക്കെ, ഹെക്സഗണൽ ക്രിസ്റ്റൽ സിസ്റ്റത്തിലാണ് ആരിയ്ക്കുന്നത്? കൊറണ്ടം ഇരിക്കുന്നത്. ഓക്കെ, അപ്പം അത്രയുമാണ് നമുക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, which of the following gases plays an important role in welding titanium, aluminum, stainless steel and magnesium? അപ്പം ഈ ഒരു ടൈറ്റാനിയം, അലുമിനിയം, സ്റ്റെയിൻലെസ് സ്റ്റീല്, മഗ്നീഷ്യം ഇവയൊക്കെ വെൽഡ് ചെയ്യാനായിട്ട് നമ്മൾ ഒരു ഗ്യാസ് യൂസ് ചെയ്യാറുണ്ട്. അത് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ആർഗൺ ആണ് നമ്മൾ യൂസ് ചെയ്യുന്ന ഗ്യാസ്. ആർഗൺ ഗ്യാസ് ആണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാത്തിന്റെയും വെൽഡിങ്ങിന് യൂസ് ചെയ്യണത്. ഓക്കെ, അപ്പം ആർഗൺ എന്തുകൊണ്ടാണ് നമ്മൾ യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആർഗൺ
ആർഗൺ എന്താ അറിയോ? ഒന്നാമത്തെ റീസൺ ആർഗൺ ഒരു നോബിൾ ഗ്യാസ് അല്ലെങ്കിൽ ഇനേർട്ട് ഗ്യാസ് ആണ്. ഓക്കെ, ഇനേർട്ട് നേച്ചർ ആണ്. അതായത് വെൽഡിങ് സമയത്തും അത് എന്തുമായിട്ട് റിയാക്ട് ചെയ്യില്ല, ഈ തന്നിരിക്കുന്ന ഒരു മെറ്റൽസുമായിട്ടും റിയാക്ട് ചെയ്യില്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യണത്? ആർഗൺ ഈ വെൽഡിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്നത്. പിന്നെ എന്താ അറിയോ? ഷീൽഡിങ് ഗ്യാസ് ആണ്. അതായത് നമ്മൾ വെൽഡേരിയയിൽ നിന്ന് നമുക്ക് ഓക്സിജൻ, നൈട്രജൻ, മോയ്സ്ചർ ഇതിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യണം അല്ലെ? അത് എന്തുകൊണ്ടാണ്? ഓക്സിഡേഷൻ, കണ്ടാമിനേഷൻ, വീക്ക് വെൽഡ് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവാതെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ഷീൽഡിങ് ഗ്യാസ് ആയിട്ടും ആര് നിൽക്കുന്നുണ്ട്? ആർഗൺ നിൽക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ വെൽഡിങ്ങിന്റെ ക്വാളിറ്റിയും ആര് ഇംപ്രൂവ് ചെയ്യും? ആർഗൺ ഇംപ്രൂവ് ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വെൽഡിങ്ങിലൊക്കെ നമ്മൾ ആർഗൺ ഗ്യാസ് യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആയില്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. Which of the following gases emits red light when electricity is passed through it? Electricity pass ചെയ്യുമ്പം റെഡ് ലൈറ്റ് എമിറ്റ് ചെയ്യുന്ന ആ ഒരു ഗ്യാസ് ഏതാണ്? നിയോൺ ആണ്. ഓക്കെ, നിയോൺ ആണ് റെഡ് ലൈറ്റ് പാസ് ചെയ്യുന്നത്. നിയോൺ എന്താണ്? എഗെയിൻ നിയോണും എന്ത് തന്നെയാണ്? ഒരു നോബിൾ ഗ്യാസ് അല്ലെങ്കിൽ ഇനേർട്ട് ഗ്യാസ് ആണ്. അവര് എന്ത് ലൈറ്റ് അറിയോ പ്രൊഡ്യൂസ് ചെയ്യുക? ഒരു റെഡിഷ് ആയിട്ടുള്ള റെഡിഷ് ഓറഞ്ച് ആയിട്ടുള്ള ഒരു ലൈറ്റ് ആണ് എമിറ്റ് ചെയ്യണത്. ഓക്കെ, നിയോൺ നമ്മൾ കൂടുതലും എവിടെയാണ്? സൈൻ ബോർഡിൽ, അതുപോലെ ലൈറ്റ്നിങ്ങിന്, അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമുക്ക് എന്തുകൊണ്ടാണ് നമ്മൾ നിയോൺ യൂസ് ചെയ്യണേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ബ്രൈറ്റ് ലൈറ്റ് എമിറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി അത് എവിടെയാണ് യൂസ് ചെയ്യണേന്ന് ചോദിച്ചാൽ സൈൻ ബോർഡുകളിലൊക്കെ, നമ്മൾ ആഡ് ബോർഡുകളിൽ, സൈൻ ബോർഡുകളിലൊക്കെ യൂസ് ചെയ്യുന്ന ലൈറ്റ് ഏതാണ്? നിയോൺ ലൈറ്റ്, നിയോൺ ഗ്യാസ് ആണ് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത്. അതിൽ കൂടി ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോഴാണ് നമ്മൾ കാണുന്ന ലൈറ്റുകൾ നമുക്ക് ആ ഒരു ബ്രൈറ്റ്നെസ്സിൽ കാണാൻ പറ്റുന്നത്. ഓക്കെ അല്ലേ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following is a monoatomic gas? തന്നിരിക്കുന്നതിൽ ഏതാണ് ഒരു മോണോ അറ്റോമിക് ഗ്യാസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഏതാണ് മോണോ അറ്റോമിക് ഗ്യാസ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഇവിടെ ആദ്യം നമ്മളപ്പോ നോക്കേണ്ടത് എന്താണ് മോണോ അറ്റോമിക് ഗ്യാസ്? മോണോ അറ്റോമിക് എന്ന് പറഞ്ഞാല് സിംഗിൾ എക്സിസ്റ്റൻസ് ആയിട്ട്, അതായത് സിംഗിൾ ആറ്റം ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന ഗ്യാസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മോണോ അറ്റോമിക് ഗ്യാസ് എന്ന് പറയുന്നത്. എനിക്ക് നിങ്ങളുടെ ആരുടെയും സഹായം ആവശ്യമില്ല, ഞാൻ ഒറ്റയ്ക്ക് നിന്നോളാം എന്ന് പറയുന്ന ടൈപ്പ് ഓഫ് ഗ്യാസ് അല്ലെങ്കിൽ ആറ്റത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മോണോ അറ്റോമിക് എന്ന് പറയുന്നത്. ഓക്കെ, മോൺ അറ്റോമിക് ഗ്യാസസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ നോക്കിയേ, ക്ലോറിനെ നമ്മൾ എവിടെയെങ്കിലും ഒറ്റയ്ക്ക് കണ്ടിട്ടുണ്ടോ? ഇല്ല. ക്ലോറിൻ സിംഗിൾ ആയിട്ട് നിന്നാലും ഇങ്ങനെ നിൽക്കാറുള്ളൂ, Cl2 ആയിട്ടേ നിൽക്കാറുള്ളൂ അല്ലെ? അല്ലെങ്കിൽ പിന്നെ വേറെ ആരെങ്കിലും ഒക്കെ കൂട്ട് വിളിച്ചിട്ടാണ് നിൽക്കാറ്. ഹൈഡ്രജനെയോ അല്ലെങ്കിൽ മഗ്നീഷ്യത്തിനെയോ അങ്ങനെ എന്തിനെങ്കിലും ഒക്കെ കൂട്ട് വിളിച്ചിട്ടാണ് ക്ലോറിൻ നിൽക്കാറ്. ഹൈഡ്രജൻ ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. ആരെങ്കിലും ഒക്കെ കൂട്ടുണ്ടായാൽ മാത്രമേ ഹൈഡ്രജൻ നിൽക്കുള്ളൂ. അപ്പൊ ഹൈഡ്രജനും എന്തല്ല? മോണോഅറ്റോമിക് അല്ല. ഓക്സിജൻ എവിടെയെങ്കിലും ഒറ്റയ്ക്ക് കണ്ടിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ഓക്സിജനും എന്തല്ല? മോണോ അറ്റോമിക് അല്ല. അപ്പൊ ഇനിയിപ്പോ ആകെ കൂടെ മോണോ അറ്റോമിക് ആവാൻ ചാൻസ് ഉള്ള ഒരാളേ ഉള്ളൂ. അതാരാണ്? ക്സെനോൺ ആണ്. ഓക്കെ, അപ്പൊ ക്സെനോൺ എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും ഓർത്തിരിക്കുക, ക്സെനോൺ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ നോബിൾ ഗ്യാസ്. നോബിൾ ഗ്യാസ് അല്ലെങ്കിൽ അവരാരാണ്? ഇനേർട്ട് ഗ്യാസ് ആണ്. അപ്പൊ നമ്മൾ ഇനേർട്ട് ഗ്യാസ് ഒക്കെ പറയുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യമുണ്ട്, അല്ലെങ്കിൽ ഇനേർട്ട് ഗ്യാസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? ആരുടെ സഹായം ആവശ്യമില്ല, ഞങ്ങൾ ഒറ്റയ്ക്ക് നിന്നോളാം എന്ന് പറഞ്ഞ് സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. ഇനേർട്ട് എന്ന് പറയുന്നതേ അത് തന്നെയാണ്. അതായത് സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് ഇനേർട്ട് ഗ്യാസ് അല്ലെങ്കിൽ നോബിൾ ഗ്യാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പീരിയോഡിക് ടേബിളിലെ എലമെന്റ്സിൽ ഒറ്റയ്ക്ക് നിൽക്കാൻ കെൽപ്പുള്ള അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ നോബിൾ ഗ്യാസ് അല്ലെങ്കിൽ ഇനേർട്ട് ഗ്യാസുകളാണ്. അവര് ക്സെനോൺ മാത്രമല്ല, ബാക്കിയുള്ളവരുണ്ട്. ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റൺ, ക്സെനോൺ, റെഡോൺ. ഇവരൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? ഒറ്റയ്ക്ക് നിൽക്കുന്ന അല്ലെങ്കിൽ മോണോ അറ്റോമിക് ആയിട്ട് നിൽക്കുന്ന ആൾക്കാർ. ഓക്കെ അല്ലേ? അപ്പൊ ആ ഒരു ക്വസ്റ്റ്യനും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും എല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഞാൻ പറഞ്ഞ എക്സ്ട്രാ പോയിന്റ്സ് ഒക്കെ ഒന്ന് നോട്ട് കൂടെ ചെയ്ത് വെക്കുക. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് ഓഫ് ദ എലമെന്റ്സ് ഈസ് എ മെറ്റലോയിഡ്? മെറ്റലോയിഡ് എന്താണ്, ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഞാൻ ആദ്യം ഒരു കാര്യം ചോദിക്കട്ടെ, എന്താണ് മെറ്റലോയിഡ്? മെറ്റലോയിഡ് എന്ന് പറഞ്ഞാല് മെറ്റൽസിന്റെയും നോൺ മെറ്റൽസിന്റെയും ഇടയിൽ നിൽക്കുന്ന ആൾ. ഓക്കെ, അപ്പൊ മെറ്റൽസിന്റെയും നോൺ മെറ്റൽസിന്റെയും ഇടയിൽ നിൽക്കുന്ന, ഇവരുടെ രണ്ടുപേരുടെയും പ്രോപ്പർട്ടീസ് കാണിക്കുന്ന സെമി കണ്ടക്ടർ ആയിട്ടുള്ള ആൾക്കാരെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മെറ്റലോയിഡ്സ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്കറിയാം സോഡിയം എന്താണ്? നോൺ മെറ്റൽ ആണ്. അയൺ എന്താണ്? മെറ്റൽ ആണ്. ദെൻ
ഇവിടെ ഓക്സിജൻ എന്താണ്? നോൺ മെറ്റൽ ആണെന്ന് നമുക്കറിയാം. അപ്പൊ ഇനിയിപ്പോ ഇവിടെ ആകെ ബാക്കിയുള്ളത് ആരേ ഉള്ളൂ? സിലിക്കണേ ഉള്ളൂ. സിലിക്കൺ അപ്പൊ എന്തായിരിക്കും? മെറ്റലോയിഡ് ആയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ എക്സാമിന് എപ്പോഴും നമുക്ക് ഇപ്പം പ്രോപ്പർ ആയിട്ട് ഒരു ആൻസർ കിട്ടും എന്നുള്ളതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? MCQ ക്വസ്റ്റ്യൻസ്, അതായത് മൾട്ടിപ്പിൾ ചോയ്സ് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ഹാൻഡിൽ ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിൽ വിചാരിക്കേണ്ട കാര്യം, നമുക്ക് 4 ഓപ്ഷൻസ് അല്ലെങ്കിൽ 5 ഓപ്ഷനിൽ നിന്നും ആൻസർ കിട്ടിയില്ലെങ്കിൽ, അതായത് ആ 4 ഓപ്ഷനിൽ നമ്മൾ കാണുന്ന ആൻസർ ഇല്ലെങ്കിൽ നമ്മൾ എന്താ അറിയോ ചെയ്യണ്ടേ? ഒട്ടുമിക്ക എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, എന്നാലും ഞാൻ ഒന്നുകൂടെ പറയുന്നത് മാത്രമേ ഉള്ളൂ. നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഓപ്ഷൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക? എലിമിനേറ്റ് ചെയ്ത് കളയുക. ഇപ്പൊ ഇവിടെ അതാ ചെയ്തത്. സിലിക്കൺ മെറ്റലോയിഡ് ആണോ എന്ന് നമുക്ക് അറിയില്ല, പക്ഷെ നമുക്ക് എന്തറിയാം? സോഡിയം നോൺ മെറ്റൽ ആണെന്നും ഓക്സിജൻ നോൺ മെറ്റൽ ആണെന്നും അയൺ മെറ്റൽ ആണെന്നും നമുക്കറിയാം. അപ്പൊ പിന്നെ ബാക്കി അവിടെ ഒരാളല്ലേ ഉള്ളൂ, അത് സിലിക്കൺ ആണ്. അപ്പൊ സിലിക്കൺ എന്തായിരിക്കും? മെറ്റലോയിഡ് ആയിരിക്കും. ഈ രീതിയിലും കൂടെ നമ്മൾ എന്ത് ചെയ്യുക? ആൻസർ ചെയ്യാനായിട്ട് പഠിക്കുക. ഓക്കെ, ബാക്കിയുള്ള ഓപ്ഷൻസ് കൂടെ കമ്പയർ ചെയ്ത് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറെയൊക്കെ സമയം ലാഭിക്കാനും പറ്റും, കറക്റ്റ് ആയിട്ട് ആൻസർ പോയിന്റ് ഔട്ട് ചെയ്തെടുക്കാനും നമുക്ക് പറ്റും. ഓക്കെ, അപ്പൊ എനിക്ക് അറിയാവുന്ന ചെറിയൊരു കാര്യം ഞാൻ പറഞ്ഞു തന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ മെറ്റലോയിഡ്സിന്റെ പ്രോപ്പർട്ടീസ് ഞാൻ പറഞ്ഞതും എല്ലാവരും നോട്ട് ചെയ്തിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. സെമി കണ്ടക്ടർ ആണ്, മെറ്റൽസിന്റെയും നോൺ മെറ്റൽസിന്റെയും പ്രോപ്പർട്ടി കാണിക്കും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. Which allotrope of carbon was discovered by Robert F. Curl, Harold W. Kroto and Richard E. Smalley in 1985? 1985 കാർബണിന്റെ ഒരു അലോട്രോപ്പ് കണ്ടുപിടിച്ചു. ഓക്കെ, അപ്പം അത് ഡിസ്കവർ ചെയ്തത് ആരൊക്കെയാണ്? റോബർട്ട് എഫ് കേള്, ഹെറോൾഡ് ഡബ്ല്യു ക്രോട്ടോ, റിച്ചാർഡ് ഇ സ്മോളി. ഇവരൊക്കെയാണ് എന്ത് കണ്ടുപിടിച്ചത്? കാർബണിന്റെ അലോട്രോപ്പ് 1985 കണ്ടുപിടിച്ച ഒരു അലോട്രോപ്പാണ്. അപ്പം അത് ഏതാണ് എന്നുള്ള കാര്യം നമുക്കൊന്ന് നോക്കാം അല്ലെ. അപ്പോ ഇതിനകത്ത് ഒന്ന് നോക്കിയേ, ഇതിനകത്ത് നമുക്ക് കാണുമ്പം നമുക്ക് കോമൺ ആയിട്ട് അറിയുന്ന അലോട്രോപ്സ് എന്ന് പറഞ്ഞാല് എന്താണ്? ഫുള്ളറീൻ ആണ് നമുക്ക് കോമൺ ആയിട്ട് അറിയുന്ന കാർബണിന്റെ ഒരു അലോട്രോപ്പ് എന്ന് പറയുന്നത്. പക്ഷേ നമുക്ക് കാർബോഫീൻ, ഗ്രഫീൻ എന്നൊക്കെ കാണുമ്പോൾ നമുക്ക് കൺഫ്യൂഷനും വരാൻ ചാൻസ് ഉണ്ട് അല്ലെ. അപ്പോ ഫുള്ളറീൻ ആണ് ആൻസർ ഫുള്ളറീൻ ആണ്. ഇവര് 3 പേരും കൂടെ കണ്ടുപിടിച്ച കാർബണിന്റെ ആ ഒരു അലോട്രോപ്പ് എന്ന് പറയുന്നത് ഫുള്ളറീൻ എന്ന് പറയുന്ന C60 ആണ്. ഓക്കെ, ഇവർക്ക് ഇതിന് എന്ത് കിട്ടിയിട്ടുണ്ട് എന്നറിയോ? ഇവരിത് കണ്ടുപിടിച്ചത് 1985 1996 നോബൽ പ്രൈസ് കിട്ടി. കെമിസ്ട്രിയിൽ ഇവർക്ക് നോബൽ പ്രൈസ് കിട്ടി ഫോർ ദി ഡിസ്കവറി ഓഫ് എന്തിന്റെ? ഫുള്ളറിന്റെ ഡിസ്കവറിക്ക് അവർക്ക് കെമിസ്ട്രിയിൽ നോബൽ പ്രൈസ് കൂടെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നോബൽ പ്രൈസ് കിട്ടിയ വർഷവും അവരത് കണ്ടുപിടിച്ച വർഷവും സെപ്പറേറ്റ് ആണ്, അത് വേറെ വേറെ ആണ് എന്നുള്ള കാര്യം ഒന്ന് ഓർത്ത് വെക്കുക. നമുക്ക് ഓപ്ഷനിൽ 96 കണ്ടാൽ ചാടി കയറി അത് കൊണ്ടുപോയി മാർക്ക് ചെയ്ത് വെക്കരുത്. ക്വസ്റ്റ്യൻ എന്താണെന്ന് പ്രോപ്പർ ആയിട്ട് വായിക്കുക, എന്നിട്ട് മാത്രം എന്ത് ചെയ്യുക? ആൻസർ മാർക്ക് ചെയ്യുക. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആയില്ലേ? ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നേ? അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, ദ കെമിക്കൽ ഫോർമുല ഓഫ് ഗ്ലൂക്കോസ്. ഗ്ലൂക്കോസിന്റെ കെമിക്കൽ ഫോർമുല നമുക്ക് തന്നിട്ടുണ്ട്, C6H12O6 എന്ന് തന്നിട്ടുണ്ട്. നമ്മളോട് എന്താ ചോദിച്ചിരിക്കണേ? ദ വെയിറ്റ് പെർസെൻറ്റേജ് ഓഫ് കാർബൺ. ഈ ഗ്ലൂക്കോസിലുള്ള കാർബണിന്റെ വെയിറ്റ് പെർസെൻറ്റേജ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അതിന് നമ്മൾ ആദ്യം എന്താ അറിയോ ചെയ്യേണ്ടത്? നമുക്ക് മോളാർ മാസ് വേണം. ഈ കോമ്പൗണ്ടിന്റെ ടോട്ടൽ മോളാർ മാസ് വേണം. ടോട്ടൽ മോളാർ മാസ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? സിംഗിൾ ആറ്റംസിന്റെ മാസ് കണ്ടുപിടിച്ചിട്ട് അല്ലെ. അപ്പൊ ആദ്യം കാർബണിന്റെ ആണെന്നുണ്ടെങ്കിൽ 6 കാർബൺസ് ഉണ്ട്. ഒരെണ്ണത്തിൻ്റെത് എത്രയാ വരുന്നത്? 12.01 എന്നാണ് വരിക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 72.06 എന്ന് ഇതിന്റെ കിട്ടും. ഞാൻ കാൽക്കുലേഷൻ മെത്തേഡ് പറഞ്ഞു തരാം. കാൽക്കുലേഷൻസ് ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ, കാരണം നമുക്ക് കാൽക്കുലേഷനും കൂടി ഇരുന്ന് സമയം കളയണ്ടെന്ന് വെച്ചിട്ടാണ്. അപ്പൊ ആ മെത്തേഡ് എന്താണ് എന്നുള്ള കാര്യം നിങ്ങളൊന്ന് നോക്കുക. ഈ ഒരു കോമ്പൗണ്ടിൽ ഞാൻ ചെയ്യുന്ന മെത്തേഡ് ഒന്ന് നോക്കുക, എന്നിട്ട് ഇതുപോലെ വേറെയുള്ള കോമ്പൗണ്ട്സ് എടുത്തിട്ട് എന്ത് ചെയ്യുക? ഇതൊന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, ഇത് പറയുമ്പോൾ ചെയ്യാമെന്ന് മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചിട്ട് അതവിടെ ഇട്ടിട്ട് പോവരുത്. വർക്ക്ഔട്ട് ചെയ്ത് നോക്കിയാൽ മാത്രമേ, കാരണം ഇതൊക്കെ നമ്മൾ വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും മാർക്ക് കിട്ടാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, ചെറിയ ചെറിയ പ്രോബ്ലംസ് ആണ്, ഇത് നമുക്ക് എന്തായാലും കിട്ടുന്നതാണ്. അപ്പൊ നമ്മുടെ ഭാഗത്തു നിന്ന് ഒരു ചെറിയ എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ എന്ത് കിട്ടും? നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. കോമ്പറ്റേറ്റീവ് എക്സാംസിൽ 1 മാർക്ക് പോലും എന്താണ്? അത്രയും ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ള കാര്യം കൂടെ ഒന്ന് മനസ്സിൽ വെച്ചിട്ട് ഞാൻ ഈ പറഞ്ഞ കാര്യം ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഹൈഡ്രജന്റെ ഇത് നോക്കാം. ഹൈഡ്രജന്റെ ഇത് 12 ആണ്. 12 ഹൈഡ്രജൻ ഉണ്ട്.
ഒരെണ്ണത്തിൻ്റെത് എത്രയാ വരുന്നത് 1.008 ആണ് വരുന്നത്. അപ്പൊ നമുക്ക് 12 എണ്ണത്തിന്റെ എന്ത് കിട്ടും 12.096 എന്ന് കിട്ടും. അടുത്തത് ഓക്സിജൻ ആണ്. ഓക്സിജന്റെ എത്ര ഓക്സിജൻ ഉണ്ട് 6 ഓക്സിജൻ ഉണ്ട്. ഒരെണ്ണത്തിൻ്റെത് 16 ആണ്. അപ്പൊ നമുക്ക് ടോട്ടൽ എന്ത് കിട്ടും 96 എന്ന് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, നമുക്ക് ടോട്ടൽ വേണം. ഇതിന്റെ ടോട്ടൽ കിട്ടിയാലേ നമുക്ക് കാർബണിന്റെ മാത്രം കിട്ടുള്ളൂ അല്ലെ. ഇത് മൂന്നും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 180.156 ഗ്രാം പെർ മോൾ എന്നുണ്ട് കേട്ടോ. ഞാനിതിവിടെ എഴുതിയില്ലാന്നേ ഉള്ളൂ, ഇതെല്ലാം ഗ്രാം പെർ മോൾ ആണേ. ഓക്കെ, അപ്പൊ 180.156 ഗ്രാം പെർ മോൾ എന്ന് നമുക്ക് എന്ത് കിട്ടും ടോട്ടൽ മാസ് കിട്ടും. ടോട്ടൽ മോളാർ മാസ്, ഗ്ലൂക്കോസിന്റെ ടോട്ടൽ മോളാർ മാസ് ആണ് ഈ കിട്ടിയിരിക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് കാർബണിന്റെ വെയിറ്റ് പെർസെന്റേജിന് നമ്മൾ എന്ത് ചെയ്യണം, കാർബണിന്റേത് മാത്രം എഴുതുക, ഡിവൈഡഡ് ബൈ ടോട്ടൽ ചെയ്യുക. ടോട്ടൽ ചെയ്തിട്ട് കിട്ടുന്ന ആൻസറിന് നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാർബണിന്റെ പെർസെന്റേജ് കിട്ടും. ഇവിടെ അത് 40% ആണ്. ഓക്കെ, അപ്പൊ ഗ്ലൂക്കോസിൽ കാർബൺ എത്രയാണുള്ളത് 40%. ഗ്ലൂക്കോസിന്റെ ടോട്ടൽ വെയിറ്റിന്റെ 40% ആരുടെയാണ്, കാർബണിന്റെ വെയിറ്റ് ആണ് ഉള്ളത്. ഓക്കെ അല്ലേ, മനസ്സിലായില്ലേ? അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ വേറെ ഇതുപോലത്തെ കോമ്പൗണ്ട്സ് എടുത്തിട്ട് എന്ത് ചെയ്ത് നോക്കുക, മോളാർ മാസ് അല്ലെങ്കിൽ ഈ ഒരു വെയിറ്റ് പെർസെന്റേജ്, ഓരോന്നിന്റെയും വെയിറ്റ് പെർസെന്റേജ് ഒക്കെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് ഈ പ്രോബ്ലം ഒക്കെ ഒന്ന് സെറ്റ് ആക്കിയിട്ട് ഇപ്പൊ തന്നെ സെറ്റ് ആക്കി വെക്കുക. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് കോൾ ഈസ് ലോ ഗ്രേഡ് ബ്രൗൺ ആൻഡ് സോഫ്റ്റ് വിത്ത് ഹൈ മോയ്സ്ചർ കണ്ടന്റ്? ഒരു കോളാണ്, എന്താണ്, ലോ ഗ്രേഡ് ആണ്, ബ്രൗൺ കളർ ആണ്, സോഫ്റ്റ് ആണ്, അതിന്റെ മോയ്സ്ചർ കണ്ടന്റ് വളരെ കൂടുതലുമാണ്. അപ്പൊ അത് ഏത് കോളാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അങ്ങനത്തെ കോൾ എന്ന് പറയുന്നത് ലിഗ്നൈറ്റ് ആണ്. ഓക്കെ, അപ്പൊ ലിഗ്നൈറ്റ് പറഞ്ഞു ബ്രൗൺ കളർ ആണ്, ഗ്രേഡ് വളരെ കുറവാണ്, സോഫ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞു. മോയ്സ്ചർ കണ്ടന്റ് വളരെയധികം കൂടുതലാണ്. അതായത് ഏകദേശം 25 to 45% ലിഗ്നൈറ്റിനകത്ത് എന്തുണ്ട്, മോയ്സ്ചർ കണ്ടന്റ് ഉണ്ട്. അപ്പം ഈ ഒരു മോയ്സ്ചർ കണ്ടന്റ് ഉള്ളത് കൊണ്ട് തന്നെ ബാക്കിയുള്ള കോൾസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ലിഗ്നൈറ്റിന് ഫ്യൂവലായിട്ട് ബിഹേവ് ചെയ്യാനുള്ള ആ ഒരു ടെൻഡൻസി അല്ലെങ്കിൽ ആ ഒരു കപ്പാസിറ്റി കുറച്ച് കുറവാണ്. ബാക്കിയുള്ള കമ്പയറിംഗ് ടു അതർ കോൾസ് ലിഗ്നൈറ്റിന് ആ ഒരു കപ്പാസിറ്റി കുറച്ച് കുറവാണെന്ന് പറയാൻ പറ്റും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിന്റെ മോയ്സ്ചർ കണ്ടന്റ് വളരെയധികം കൂടുതലാണ്. ഓക്കെ, ഇനി ഈ ഒരു കാർബൺ കണ്ടന്റ്, ലിഗ്നൈറ്റിലുള്ള കാർബൺ കണ്ടന്റ് എന്ന് പറയുന്നത് ബാക്കിയുള്ള കോൾ ടൈപ്സിനേക്കാൾ കുറച്ച് കുറവാണ്. അപ്രോക്സിമേറ്റ്ലി 25 to 35% മാത്രമേ ലിഗ്നൈറ്റിൽ എന്തുള്ളൂ, കാർബൺ കണ്ടന്റ് ഉള്ളൂ. ബാക്കിയുള്ളതിനെ വെച്ച് നോക്കുമ്പോൾ ഇതെന്താണ്, കുറവാണ്. അപ്പം ലിഗ്നൈറ്റിന്റെ ഈ ഒരു എന്താ പറയുക ഡ്രോബാക്കുകൾ എന്ന് നമുക്ക് അങ്ങനെയും പറയാം, അല്ലെങ്കിൽ ആ ഒരു പെക്യൂലിയാരിറ്റീസ് എന്ന് പറഞ്ഞാൽ മതി, നമ്മൾ ഒന്നും ഡ്രോബാക്ക് ആയിട്ട് കണക്കാക്കണ്ട. അപ്പം ആ ഒരു പെക്യൂലിയാരിറ്റീസ് കൊണ്ട് ഇത് കൂടുതലായിട്ടും നമ്മൾ യൂസ് ചെയ്യുന്നത്, ലിഗ്നൈറ്റ് കൂടുതലായിട്ടും യൂസ് ചെയ്യണത് ഇലക്ട്രിക് പവർ ജനറേഷൻ, ചില സ്ഥലങ്ങളിലൊക്കെ ഇലക്ട്രിക് പവർ ജനറേഷൻ ഒക്കെയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ലിഗ്നൈറ്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ലിഗ്നൈറ്റിന്റെ പെക്യൂലിയാരിറ്റീസ് എന്താണ് എന്നുള്ള കാര്യമൊക്കെ മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെയിം ദ സ്ട്രേറ്റ് ചെയിൻ ആൽക്കെയിൻ ഹാവിംഗ് കെമിക്കൽ ഫോർമുല C9H20 ആണ് കേട്ടോ. ഇത് H2O അല്ല, H20 ആണ്. C9H20 which is used as a research chemical and in making biodegradable detergents. അപ്പൊ എന്താണ് C9H20 എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ അവിടെ ആലോചിച്ചുകൊണ്ട് നിൽക്കരുത്, അത് നൊണേൻ ആണ്. ഓക്കെ, C9H20 എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നൊണേൻ. പിന്നെന്താണ്, അത് എന്തിനൊക്കെയാ യൂസ് ചെയ്യണമെന്ന് പറഞ്ഞത്, റിസർച്ച്, കെമിക്കൽ റിസർച്ച് ഏരിയാസിൽ, അതുപോലെ ബയോഡിഗ്രേഡബിൾ ഡിറ്റർജൻസ് ആയിട്ടൊക്കെ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, ഈ ഒരു നൊണൈൻ യൂസ് ചെയ്യുന്നുണ്ട്. അതൊരു ആൽക്കെയിൻ ആണെന്നും നമ്മൾ പറഞ്ഞു. ഇതെന്താ അറിയോ, കളർലെസ് ലിക്വിഡ് ആണ് കേട്ടോ. ഈ നൊണൈൻ എന്ന് പറയുന്നത് കളർ ഇല്ലാത്ത ലിക്വിഡ് ആണ്, കളർലെസ് ലിക്വിഡ് ആണ് നൊണൈൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അതിനെക്കുറിച്ച് ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ IUPAC നെയിം ഓഫ് ടെറ്റ് ബ്യൂട്ടൈൽ ആൽക്കഹോൾ? ടെറ്റ് ബ്യൂട്ടൈൽ ആൽക്കഹോളിന്റെ IUPAC നെയിം ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ടെറ്റ് ബ്യൂട്ടൈൽ ആൽക്കഹോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിക്കോ, C4H10O എന്നാണ് അതിന്റെ
എന്ത് കെമിക്കൽ ഫോർമുല എന്ന് പറയുന്നത്. അപ്പം ഇതിന്റെ നെയിം എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, 2-methyl propan 2-ol എന്നാണ് അതിന്റെ IUPAC നെയിം വരുന്നത്. 2-methyl propan 2-ol എന്നാണ് എന്തിന്റെ വരുന്നത്, ടെർട്ട് ബ്യൂട്ടൈൽ ആൽക്കഹോളിന്റെ IUPAC നെയിം വരുന്നത്. ഓക്കെ അല്ലേ, ക്ലിയർ ആയില്ലേ, മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് എ സ്ട്രേറ്റ് ചെയിൻ ആൽക്കൈൽ കാർബോക്സിലിക് ആസിഡ് വിത്ത് ദ കെമിക്കൽ ഫോർമുല CH2CH2CH2CO2H. അപ്പം ഈ ഒരു കെമിക്കൽ ഫോർമുലയിലുള്ള ഈ സാധനത്തിന്റെ അല്ലെങ്കിൽ ഈ ഒരു കോമ്പൗണ്ടിന്റെ ആൽക്കൈൽ കാർബോക്സിലിക് ആസിഡ്, ഇതൊരു ആസിഡ് ആണെന്ന് മനസ്സിലായി. ഇത് ഏത് ആസിഡ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് ഏത് ആസിഡ് അറിയോ, ബ്യൂട്ടീറിക് ആസിഡ് ആണ്. ഓക്കെ, ഇതെന്താണ്, ബ്യൂട്ടീറിക് ആസിഡ് ആണ്. കാരണം എന്താണ്, 4 കാർബൺ സ്ട്രെയിറ്റ് ചെയിൻ ഉണ്ട് അല്ലെ, 4 കാർബൺ എന്താണ് സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുന്ന 4 കാർബൺ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു ചെയിൻ ആണ്. സോ അത് കാർബോക്സിലിക് ആസിഡ് ആണ് അല്ലെ. അപ്പം നമുക്ക് അതിന് എന്ത് പറയാം, നമുക്ക് അതിന് ബ്യൂട്ടീറിക് ആസിഡ് അല്ലെങ്കിൽ നമ്മൾ അതിന് എന്ത് പറയുന്നറിയോ, ബ്യൂട്ടോണിക് ആസിഡ് എന്നും ബ്യൂട്ടാനോയിക് ആസിഡ് എന്ന് നമ്മൾ പറയാറുണ്ട്. ഓക്കെ, ബ്യൂട്ടാനോയിക് ആസിഡ് എന്നാണ് പറയുക. അതിനെ കോമൺ ആയിട്ട് പറയുന്ന പേരാണ് ബ്യൂട്ടീറിക് ആസിഡ് എന്ന്. ഓക്കെ, ക്ലിയർ ആയില്ലേ. അപ്പം ഇത് നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ബട്ടർ, നമുക്ക് ഇത് കാണാൻ പറ്റുന്നത് ബ്യൂട്ടാനോയിക് ആസിഡ് അല്ലെങ്കിൽ ബ്യൂട്ടീറിക് ആസിഡ് നമ്മൾ കോമൺ ആയിട്ട് കാണുന്നത് ബട്ടർ, ചീസ്, അനിമൽ ഫാറ്റ്സ് അതിലൊക്കെയാണ് നമ്മൾ കാണുന്നത്. ഇത് യൂസ് ചെയ്യുന്നത് ഫുഡ് ഫ്ലേവറിങ്ങിന്, അതുപോലെ ഫ്രാഗ്രൻസ് അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെയാണ് നമ്മൾ ഈ ഒരു ബ്യൂട്ടീറിക് ആസിഡ് യൂസ് ചെയ്യുന്നത്. ഫാർമസ്യൂട്ടിക്കൽസിലൊക്കെയാണ് ഇതിന്റെ യൂസ് കൂടുതലായിട്ടും വരുന്നത്. അപ്പം ആ ഒരു എക്സ്ട്രാ പോയിന്റ്സ് എല്ലാം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. പറഞ്ഞു തന്ന കാര്യങ്ങളും ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, വെൻ haloalkanes and aryl and vinyl halides react with magnesium metal, they yield which reagent? ഇത് നമ്മൾ ഓൾറെഡി നമ്മൾ എവിടെയോ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മുടെ മുന്നത്തെ ക്വസ്റ്റ്യൻസിന്റെ ക്ലാസ്സുകളൊക്കെ കണ്ടിട്ടുള്ളവർക്കാണെങ്കിൽ അറിയാം, ഇല്ലെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറയാം. അപ്പൊ അതൊന്നും പ്രശ്നമില്ല കേട്ടോ. ഇത് വന്നിട്ട് ഗ്രിഗ്നാർഡ് റിയേജന്റ് ആണ്. ഓക്കെ, ഗ്രിഗ്നാർഡ് റിയേജന്റ് ആണ് വരുന്നത്. ഗ്രിഗ്നാർഡ് റിയേജന്റ് എന്ന് പറഞ്ഞാല് മെഗ്നീഷ്യൻ വന്നിട്ട് ഇവിടെ ഹാലൈറ്റ്സും ഇവിടെ ഈ പറഞ്ഞ ആൽക്കെയിൻസ്, അരൈൽ, വിനൈൽ ഒക്കെ വരുന്ന ഈ ഒരു കോമ്പൗണ്ട് അല്ലെങ്കിൽ ഈ ഒരു എന്താ പറയുക സ്ട്രക്ചറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഗ്രിഗ്നാർഡ് റിയേജന്റ് എന്ന് പറയുന്നത്. ഇതിനകത്ത് 6 ആൽക്കൈൽ, അരൈൽ, വിനൈൽ ഒക്കെ വരുന്നത്. എക്സിന്റെ ഭാഗത്ത് എന്താ വരിക, ഹാലൈറ്റ്സ് ആണ് വരുന്നത്. ഓക്കെ, അപ്പം അത് ക്ലിയർ ആയില്ലേ. ഇതിപ്പം CH3NgCl അങ്ങനെയൊക്കെ വരുന്നതാണ് എന്തെന്ന് പറയുന്നത്, ഗ്രിഗ്നാർഡ് റിയേജന്റ് എന്ന് നമ്മൾ പറയുന്നത്. ഹാലോ ആൽക്കെയിൻസും അങ്ങനത്തെ ഹാലജൻസും ആൽക്കെയിൻസ്, അറൈൽ, വിനൈൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടെ കമ്പൈൻ ചെയ്ത് മെഗ്നീഷ്യത്തിന്റെ കൂടെ വരുന്നതാണ്. ക്ലിയർ ആയില്ലേ, മനസ്സിലായല്ലോ അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് എ സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ? ഇതിനകത്ത് സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ ഏതാണെന്നാണ് ചോദിക്കുന്നത്. സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, കാർബൺ ആറ്റംസ് തമ്മിൽ സിംഗിൾ ബോൺസ് മാത്രമുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ എന്ന് പറയുന്നത്. സിംഗിൾ ബോണ്ട് മാത്രമുള്ളതിനെയാണ് നമ്മൾ സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ് എന്ന് പറയുന്നത്. അത് വന്നിട്ട് ആൽക്കെയിൻ ഫാമിലിയിലാണ് ഈ ഒരു സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ് കൂടുതലായിട്ട് നമ്മൾ കാണാം. സിംഗിൾ ബോണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ആൽക്കെയിൻസ് ആണ് അല്ലെ. അപ്പൊ ആൽക്കെയിൻസ് കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി, ആൽക്കെയിൻസിന്റെ ജനറൽ ഫോർമുല ഒന്ന് നോക്കുക. CnH2n+2 ആണ് എന്ത്, ആൽക്കെയിൻസിന്റെ ജനറൽ ഫോർമുല. ഇനി ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നത് ഇവിടെ ഏതാണെന്ന് നോക്കുക. 2 × 2 ആണ് 4, അപ്പൊ ഇതല്ല. 3 × 2 6 ആണ്, 6 + 2 എന്താണ് 8 ആണ്. അപ്പൊ ഇത് സാറ്റിസ്ഫൈ ചെയ്യേണ്ടത് ഇവിടെ 6 6 4 2, ഇതുമല്ല. അപ്പൊ എന്താണ്, സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ ഇവിടെ ഏതാണ്, C3H8 ആണ് ഇവിടുത്തെ സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ എന്ന് പറയുന്നത്. കാരണം എന്താണ്, 3 ആണ് വരുന്നത്. C3 എന്ന് വന്നു, Hന്റെ അവിടുത്തെ എന്ത് വന്നു, 3 × 2 + 2 എന്ന് വന്നു. അപ്പം എന്ത് വന്നു, H6 + 2 8 എന്ന് വന്നു. ഓക്കെ, അപ്പൊ C3H8. ക്ലിയർ ആയില്ലേ, മനസ്സിലായില്ലേ എങ്ങനെയാ കണ്ടുപിടിച്ചത് എന്നുള്ള കാര്യം. അടുത്തത്, an organic reaction used to convert an aryl diazonium salt into an aryl halide using a copper halide catalyst is called.
അപ്പോൾ നമുക്ക് എന്താ ഇവിടെ നമ്മളോട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്, ഒരു എറൈൽ ഡയാസോണിയം സോൾട്ട് അതിനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യണം, എറൈൽ ഹാലൈഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അവിടെ നമ്മൾ എന്താണ് കാറ്റലിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യണത്, കോപ്പർ ഹാലൈഡിനെയാണ് കാറ്റലിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യണത്. ഈ ഒരു റിയാക്ഷനെ നമ്മൾ എന്ത് പേരാ പറയുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് സാൻമിയർ റിയാക്ഷൻ ആണ്. ഓക്കെ, അപ്പം സാൻമിയർ റിയാക്ഷനകത്താണ്. സാൻമിയർ റിയാക്ഷൻ നമ്മൾ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത് അരോമാറ്റിക് കോമ്പൗണ്ട്സിന്റെ ഹാലോജനേഷൻ ആണ്. ഓക്കെ, അരോമാറ്റിക് കോമ്പൗണ്ട്സിന്റെ ഹാലോജനേഷൻ ആയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഈ ഒരു സാൻമിയർ റിയാക്ഷൻസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യണത്. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് ഡൈ ഇൻഡസ്ട്രിയിൽ, അതുപോലെ ഫാർമസ്യൂട്ടിക്കൽ, അഗ്രോ കെമിക്കൽ സിന്തസിസ് ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെയാണ് നമുക്ക് സാൻമിയർ റിയാക്ഷൻ യൂസ് ചെയ്തിട്ടുള്ള കൺവേർഷനും കാര്യങ്ങളും ഒക്കെ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പം അത് മനസ്സിലായല്ലോ അല്ലെ, എന്താണ് എങ്ങനെയാണ് എന്നുള്ള കാര്യം ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ഗാൽവനൈസേഷൻ ഈസ് എ പ്രോസസ് ഇൻ വിച്ച് എ പ്രൊട്ടക്റ്റീവ് സിങ്ക് കോട്ടിംഗ്. നമുക്ക് ഓൾമോസ്റ്റ് എല്ലാവർക്കും ഓപ്ഷൻ ഇല്ലാണ്ട് തന്നെ പറയാൻ പറ്റുന്ന ഒരു ആൻസർ ആണ്. ഗാൽവനൈസേഷൻ എന്ന് പറഞ്ഞാൽ അവിടെ എന്തിന്റെ കോട്ടിംഗ് ആണ് നടക്കുന്നത്, സിങ്കിന്റെ കോട്ടിംഗ് ആണ് നടക്കുന്നത്. അത് എന്തിനാണ് ചെയ്യണത്, അയണിനെ റസ്റ്റിംഗിൽ നിന്നും രക്ഷപ്പെടുത്താനായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഗാൽവനൈസേഷൻ ചെയ്യണത്. ഓക്കെ, അപ്പൊ ഇനി എന്തിനാണ് സിങ്ക് യൂസ് ചെയ്യണതെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, സിങ്ക് ഉണ്ടല്ലോ, സിങ്ക് റസ്റ്റ് ചെയ്യണത്, അതായത് മോയ്സ്ചറും ഓക്സിജനും ഒക്കെ കൂടെ കമ്പൈൻ ചെയ്തിട്ട് റസ്റ്റ് ഫോം ചെയ്യുന്നതിൽ നിന്നും പ്രിവെന്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ആർക്കുണ്ട്, സിങ്കിനുണ്ട്. ഓക്കെ, അപ്പം സിങ്ക് വന്നിട്ട് ഒരു സാക്രിഫിഷ്യൽ ആനോഡായിട്ട് ആക്ട് ചെയ്യും. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് അയണിന് പകരം സിങ്ക് കൊറോഡ് ചെയ്യും. സിങ്കിനാണ് ആ ഒരു തുരുമ്പ് വരുന്നത്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യും, അതിന്റെ താഴെ ഇരിക്കുന്ന മെറ്റലിനെ ആര് പ്രൊട്ടക്ട് ചെയ്യും, സിങ്ക് പ്രൊട്ടക്ട് ചെയ്യും. അവർക്ക് കിട്ടേണ്ട റസ്റ്റിംഗ് ആരെടുക്കും, കൊറോഷൻ ആരെടുക്കും, സിങ്ക് എടുത്തിട്ട് താഴെയുള്ള മെറ്റലിനെ പ്രൊട്ടക്ട് ചെയ്യാണ് ചെയ്യണത്. ഓക്കെ, അപ്പൊ എന്തുകൊണ്ടാണ് സിങ്ക് യൂസ് ചെയ്യണത് എന്നുള്ള കാര്യം ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് എ ഗ്രീൻ ഹൗസ് ഗ്യാസ്, ഗ്രീൻ ഹൗസ് ഗ്യാസ് അല്ലാത്തത്. ഇവിടെ നോക്ക്, നമുക്ക് നൈട്രസ് ഓക്സൈഡ് ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണ് അല്ലെ, ഫെർട്ടിലൈസേഴ്സ്, ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസ് എന്നൊക്കെയാണ് നമുക്ക് നൈട്രസ് ഓക്സൈഡ്, അപ്പൊ അത് ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണ്. മീഥേൻ ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണ്, കാരണം എന്താണ്, അഗ്രികൾച്ചർ, ലാൻഡ് ഫിൽസ്, ലൈഫ് സ്റ്റോക്ക് എന്നൊക്കെയാണ് നമുക്ക് അത് കിട്ടുന്നത്. കാർബൺ ഡൈ ഓക്സൈഡ്, ഫോസിൽ ഫ്യൂവല്, ഡിഫോറസ്റ്റേഷൻ എന്നൊക്കെ കാർബൺ ഡൈ ഓക്സൈഡ് വരും. പിന്നെ അവിടെ ഉള്ളത് എന്താണ്, നൈട്രിക് ഓക്സൈഡ് ആണ് അവിടെ എന്തല്ലാത്തത്, ഗ്രീൻ ഹൗസ് ഗ്യാസ് അല്ലാത്തത്. നൈട്രിക് ഓക്സൈഡ് എന്തല്ല, ഗ്രീൻ ഹൗസ് ഗ്യാസ് അല്ല. അപ്പൊ എന്താണ് ഗ്രീൻ ഹൗസ് ഗ്യാസ് എന്ന് പറഞ്ഞാല്, നമ്മുടെ എർത്തിന്റെ അറ്റ്മോസ്ഫിയറിൽ ഹീറ്റ് ട്രാപ്പ് ചെയ്തിട്ട് ഗ്രീൻ ഹൗസ് എഫക്റ്റും ഗ്ലോബൽ വാർമിങ്ങും ഒക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആ ഒരു ടൈപ്പ് ഓഫ് ഗ്യാസസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നൈട്രസ് ഓക്സൈഡ്, മീഥേൻ, കാർബൺ ഡൈ ഓക്സൈഡ് ഇത് മൂന്നും ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണ്. നൈട്രിക് ഓക്സൈഡ് എന്തല്ല, ഗ്രീൻ ഹൗസ് ഗ്യാസ് അല്ല. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് ആൻ ഇനോസിലിക്കേറ്റ് amphibole mineral used in highway construction and as railroad ballast. ഓക്കെ, അപ്പം ഇത് വന്നിട്ട് ഹോൺബ്ലെൻഡ് ആണ് ആക്ച്വലി ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഹോൺബ്ലെൻഡ് എന്താണ്, ഈ ഇനോസിലിക്കേറ്റ് ആംഫിബിയോൾ മിനറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നുള്ളത് നമുക്ക് ഹോൺബ്ലെൻഡിന്റെ ഇത് നോക്കുമ്പോൾ മനസ്സിലാവും. ഓക്കെ, പ്രോപ്പർട്ടീസ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ആംഫിബോൾ മിനറൽ ഗ്രൂപ്പ് ആണ്. ഓക്കെ, ആംഫിബോൾ എന്ന് പറഞ്ഞാൽ എന്താണ്, അതൊരു മിനറൽ ഗ്രൂപ്പ് ആണ്. അപ്പം ഇതിനകത്ത് ഈ ഒരു ഹോൺബ്ലെൻഡിന്റെ കോമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ കാൽസ്യം, മെഗ്നീഷ്യം, അയൺ, അലുമിനിയം ഇവര് 4 പേരും കൂടെ ചേർന്നിട്ടുള്ള ഒരു കോംപ്ലക്സ് സിലിക്കേറ്റ് ആണ്. ഓക്കെ, ഏതൊക്കെയാണ്, കാൽസ്യം, മെഗ്നീഷ്യം, അയൺ, ദെൻ എന്താ വരുന്നത്, അലുമിനിയം. ഓക്കെ, അയൺ, അലുമിനിയം ഇവരെ 4 പേരും കൂടെ ചേർന്നിട്ടുള്ള ആ ഒരു സിലിക്കേറ്റ്, കോംപ്ലക്സ് സിലിക്കേറ്റ് ആണ് ഇനോസിലിക്കേറ്റ് ആംഫിബോൾ ഹോൺബ്ലെൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, ആംഫിബോൾ മിനറൽ ഗ്രൂപ്പിലാണ് ഇത് വരുന്നത്.
ക്ലിയർ ആയില്ലേ? ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അഗ്രിഗേറ്റ് ആയിട്ടൊക്കെ ഹൈവേ കൺസ്ട്രക്ഷനിൽ നമുക്ക് ഈ ഒരു ചരല് ഇടാറില്ലേ, നമ്മൾ ക്രഷ് ചെയ്തിട്ടൊക്കെ പൊടിച്ചിട്ടൊക്കെ ഇടുന്നത്, അവിടെയൊക്കെ നമ്മൾ ഹോൺ ബ്ലെൻഡ് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ റെയിൽ റോഡ് ബലാസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു റെയിൽവേ ട്രാക്കിന്റെ ഇടയിൽ നമ്മൾ കാണാറുണ്ട് അല്ലേ, അപ്പൊ അത് ട്രാക്ക് സ്റ്റെബിലൈസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് കാണപ്പെടുന്നത് ഹോൺ ബ്ലെൻഡ് നമുക്ക് കാണപ്പെടുന്നത് ഇഗ്നിയസ് മെറ്റാമോർഫിക് റോക്കിൽ, ഗ്രാനൈറ്റില്, നിസ്, ഈ ഒരു GNEISS ഗ്നിസ് എന്ന് പറയുന്ന ഈ 2 റോക്കിലൊക്കെയാണ് നമുക്ക് എന്ത് കാണാൻ പറ്റുന്നത്, ഹോൺ ബ്ലെൻഡ് കാണാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അപ്പൊ മനസ്സിലായല്ലോ അല്ലെ എന്താണ് ഹോൺ ബ്ലെൻഡ് എന്നും എന്തൊക്കെയാണ് അതിന്റെ യൂസേജ്, എവിടെയൊക്കെയാണ് യൂസ് ചെയ്യണത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് പോളി അറ്റോമിക് ionic compound is a white crystalline powder used in fire extinguishers and to neutralize acids and bases. അതായത് ഒരു പോളി അറ്റോമിക് അയണിക് കോമ്പൗണ്ട് ഉണ്ട്, അത് വൈറ്റ് ആണ്, ക്രിസ്റ്റലൈൻ പൗഡർ ആണ്. അത് എവിടെ അറിയോ യൂസ് ചെയ്യണത്, ഫയർ എക്സ്റ്റിങ്ക്യൂഷേഴ്സിലും അതുപോലെ ആസിഡിനെയും ബേസിനെയും ഒക്കെ ന്യൂട്രലൈസ് ചെയ്യാനും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കോമ്പൗണ്ട് ഉണ്ട്. അത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഓൾമോസ്റ്റ് എല്ലാവർക്കും ഇപ്പൊ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ബേക്കിംഗ് സോഡ എന്ന് നമ്മൾ പറയുന്ന സോഡിയം ബൈകാർബണേറ്റ് ആണ്. ഓക്കെ, ബേക്കിംഗ് സോഡ എന്ന് നമ്മൾ പറയുന്ന സോഡിയം ബൈകാർബണേറ്റ് ആണ് നമ്മൾ ഫയർ എക്സ്റ്റിങ്ക്യൂഷേഴ്സിലും അതുപോലെ ആസിഡിനെയും ബേസിനെയും ഒക്കെ ന്യൂട്രലൈസ് ചെയ്യാനും ഒക്കെ യൂസ് ചെയ്യണത്. ഓക്കെ, അപ്പൊ ബേക്കിംഗ് സോഡ അല്ലെങ്കിൽ സോഡിയം ബൈകാർബണേറ്റിന്റെ കെമിക്കൽ ഫോർമുല എന്താണ്, NaHCO3. ഓക്കെ, NaHCO3 ആണ്. ഓക്കെ അല്ലേ, മനസ്സിലായില്ലേ? അപ്പൊ ഇത് എന്തിനാണ് ഫയർ എക്സ്റ്റിങ്ക്യൂഷേഴ്സിൽ എങ്ങനെയാ യൂസ് ചെയ്യണേന്ന് ചോദിച്ചാൽ, ഇവര് കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്യും. ചൂടാക്കി കഴിഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്യും. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ് വന്നു കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കും, ഫ്ലെയിംസിനെയൊക്കെ സ്മൂത്ത് ചെയ്യാനായിട്ട് പറ്റും. കാർബൺ ഡൈ ഓക്സൈഡിന് ഫ്ലെയിംസിനെ സ്മൂത്ത് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ബേക്കിംഗ് സോഡ അല്ലെങ്കിൽ സോഡിയം ബൈകാർബണേറ്റ് ഫയർ എക്സ്റ്റിങ്ക്യൂഷേഴ്സിൽ യൂസ് ചെയ്യണത്. ഇനി ആസിഡിനെയും ബേസിനെയും ന്യൂട്രലൈസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആസിഡ്സുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ, സോൾട്ട് ഫോം ചെയ്യും. അതുപോലെ എന്ത് ചെയ്യും, pH ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഒരു ബഫർ ആയിട്ടും ആക്ട് ചെയ്യാറുണ്ട്, ബേക്കിംഗ് സോഡ ആക്ട് ചെയ്യാറുണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ അതിന്റെ മെത്തേഡ്സ്, കാര്യങ്ങൾ, യൂസേജ് എല്ലാം മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് ഓഫ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ്സ് ഇസ് ഇൻകറക്റ്റ്? തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സിലെ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്ക്, ഫസ്റ്റ് വൺ എന്താണ്, ഫാറ്റ്സ് ആൻഡ് ഓയിൽസ് ഗെറ്റ് റെഡ്യൂസ്ഡ് ഓവർ ടൈം ആൻഡ് സ്മെൽ ബാഡ്. ഫാറ്റും ഓയിലും ഒക്കെ സമയം എടുക്കും തോറും അത് മോശമായിട്ട് വരുമോ, കമ്മിയാവും, അതിന്റെ ക്വാണ്ടിറ്റി കുറയുകയും അതുപോലെ ബാഡ് സ്മെല്ലൊക്കെ വരാൻ ചാൻസ് ഉണ്ടോ? ചാൻസ് ഇല്ല അല്ലെ? കാരണം എന്താണ്, അവിടെ റിഡക്ഷൻ ഒന്നും സംഭവിക്കില്ല. ഫാറ്റിലും ഓയിലിലും എന്ത് സംഭവിക്കില്ല, റിഡക്ഷൻ ഒന്നും സംഭവിക്കില്ല. അവിടെ എന്താ സംഭവിക്കുന്നത്, ഓക്സിഡേഷൻ ആണ് സംഭവിക്കുന്നത്. ഓക്സിജനുമായിട്ട് എക്സ്പോസ് ചെയ്യുന്ന സമയത്ത് അവിടെ ഓക്സിഡേഷൻ ആണ് സംഭവിക്കുന്നത്. ഓക്സിഡേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ എന്താ സംഭവിക്കുക, അൺപ്ലസന്റ് ആയിട്ടുള്ള ഓർഡറും ടേസ്റ്റും ഒക്കെയാണ് വരുന്നത് അല്ലെ? ഇപ്പൊ എണ്ണയൊക്കെ നമ്മൾ കുറച്ചധികം കാലം എടുത്തു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക, എണ്ണ ചിക്ക് വന്നു എന്ന് നമ്മൾ പറയും, എണ്ണ നാശമായി എന്നേ പറയുള്ളൂ. അതിനൊരു ഫൗൾ സ്മെല്ല് നമ്മൾ കാണുമോ? ഫൗൾ സ്മെല്ല് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു മോശം സ്മെല്ല് എന്നല്ല, ഒരു ചെറിയ രീതിയിലുള്ള ഒരു ഓർഡറും ഒരു ടേസ്റ്റും, അതായത് നമുക്ക് നോർമലി അല്ലാത്ത രീതിയിലുള്ള ഒരു സ്മെല്ല് എന്ന് വെച്ചിട്ട് അതൊരു ബാഡ് സ്മെല്ല് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നോർമൽ ഓയിലിന്റെ സ്മെല്ലിൽ നിന്നും ഒരു ചെറിയ ചേഞ്ച് ഉള്ള സ്മെല്ലും അതുപോലെ ടേസ്റ്റും ഒരു ചെറിയ ഡിഫറൻസും വരും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഇതാണ്. ഓക്കെ, അടുത്തത് നമുക്ക് നോക്കാം. ആന്റി ഓക്സിഡൻസ് ആർ ആഡഡ് ടു ഫുഡ്സ് കണ്ടെയ്നിങ് ഫാറ്റ്സ് ആൻഡ് ഓയിൽ ടു പ്രിവെന്റ് ഓക്സിഡേഷൻസ്. ആന്റി ഓക്സിഡൻസ് ഓക്സിഡേഷൻ പ്രിവെന്റ് ചെയ്യും, സത്യമായിട്ടുള്ള കാര്യമാണ്. കാരണം ബ്യൂട്ടിലേറ്റഡ് ഹൈഡ്രോക്സൈനൈസോൾ, അതുപോലെ BHT, BHA, BHT, ബ്യൂട്ടിലേറ്റഡ് ഹൈഡ്രോക്സി ടൊല്യൂൻ, ഹൈഡ്രോക്സി അനിസോൾ. ഓക്കെ, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ ഫാറ്റിലൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. കാരണം അത് നശിച്ചു പോവാതായിരിക്കും, ഓക്സിഡേഷൻ പ്രിവെന്റ് ചെയ്യാനൊക്കെ ആയിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട്, BHAയും BHTയും ഒക്കെ. ഓക്കെ, പിന്നെ അടുത്തത് എന്താണ്, ചിപ്സ് മാനുഫാക്ചേഴ്സ് യൂഷ്വലി ഫ്ലഷ് ബാഗ്സ് ഓഫ് ചിപ്സ് വിത്ത് നൈട്രജൻ ടു പ്രിവെന്റ് ദ ചിപ്സ് ഫ്രം ഗെറ്റിംഗ് റാൻസിഡ്.
ശരിയാണ് അല്ലെ, ഓക്സിഡേഷൻ സംഭവിക്കാതിരിക്കാനായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് നൈട്രജൻ യൂസ് ചെയ്യാറുണ്ട് എന്നുള്ള കാര്യം. ഓക്സിജൻ ഡിസ്പ്ലേസ് ചെയ്തിട്ട് അതിന്റെ ആ ഒരു ചീത്തയായി പോവാതിരിക്കാനായിട്ട് ചെയ്യാറുണ്ട്. ഫാറ്റ്സ് ആൻഡ് ഓയിൽസ് ആർ ഓക്സിഡൈസ്ഡ് ദേ ബിക്കം റാൻസിഡ്. ഫാറ്റ്സും ഓയിൽസും ഓക്സിജനിലേക്ക് പോയി കഴിഞ്ഞാൽ അത് എന്ത് സംഭവിക്കും, അതിന് ആ ഒരു ചെറിയ രീതിയിൽ ഓക്സിഡേഷൻ സംഭവിച്ചിട്ട് അവിടെ എന്താ ഉണ്ടാവുന്നത്, അതിന്റെ സ്മെല്ലും ഓർഡറും ഒക്കെ ഒന്ന് ചെറിയ രീതിയിൽ ഓർഡറും ടേസ്റ്റും ഒന്ന് മാറുക എന്നുള്ളത് മാത്രമേ അവിടെ നടക്കണുള്ളൂ. അപ്പൊ ഇവിടുത്തെ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് 2024 SSC CGL എക്സാംസിൽ ചോദിച്ചിട്ടുള്ള കെമിസ്ട്രിയിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻസ് എല്ലാം പഠിച്ചതിലൂടെ നിങ്ങൾക്ക് കെമിസ്ട്രിയെ കുറിച്ച് ഓൾമോസ്റ്റ് ഒരു ധാരണ കിട്ടിയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. കെമിസ്ട്രി ഏതൊക്കെ രീതിയിൽ ചോദിക്കാം, എങ്ങനെയൊക്കെ ചോദിക്കാം എന്നുള്ളതിനെ കുറിച്ച് ഒരു ധാരണ വന്നിട്ടുണ്ടാവും എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു. പറഞ്ഞു തന്ന കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്, ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എക്സ്ട്രാ ഞാൻ പറഞ്ഞു തന്ന പോയിന്റ്സ് എല്ലാം എഴുതിയെടുത്തിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുകയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. അടുത്തൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.